good evening മക്കളെ. So welcome back to our biology classes. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ cell the unit of life എന്നുള്ള ചാപ്റ്റർ we have begun that and we have moved forward towards, right? So നമ്മൾ ഇന്ന് ഇതിലെ മെയിൻ പാർട്ടായിട്ടുള്ള സെൽ എൻവലപ്പ് ആൻഡ് ദെയർ മോഡിഫിക്കേഷൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ മക്കളെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? ദാറ്റ് ഈസ് അബൌട്ട് ദ സെൽ വാൾ, അല്ലെങ്കിൽ പ്രൊകാരിയോട്ടിക് സെൽസിനെയും യുകാരിയോട്ടിക് സെൽസിനെയും തമ്മിലുള്ള ഡിഫറൻസ്, അവരെ നമ്മൾക്ക് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ദറ്റ് വിൽ ബി യുകാരിയോട്ടിക്, ആൻഡ് നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ അവർ പ്രൊകാരിയോട്ടിക് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്, റൈറ്റ്? സോ ഹിയർ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സെൽ എൻവലപ്പ് ആൻഡ് മോഡിഫിക്കേഷൻസ്. ഓക്കെ, എന്താണ് മക്കളെ സെൽ എൻവലപ്പ്? ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മീസോസോമിനെ പറ്റിയിട്ടും ഇൻക്ലൂഷൻ ബോഡീസിനെ പറ്റിയിട്ടൊക്കെ. ലൈക്ക് ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് മോഡിഫിക്കേഷൻസ് ആണ്, റൈറ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് മക്കളെ മീസോസോമും അതേപോലെ തന്നെ ഇൻക്ലൂഷൻസ് ഒക്കെ. ഓർക്കുന്നില്ലേ ഇൻക്ലൂഷൻസ്, അതുപോലെ തന്നെ മീസോസോം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മോസ്റ്റ് പ്രൊകാരിയോട്ടിക് സെൽസ്. ലൈക്ക് നമ്മൾ കൂടുതൽ പ്രൊകാരിയോട്ടിക് സെൽസിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം അതിനൊരു എക്സാമ്പിളാണ് ഇവരിവിടെ പറയുന്ന ബാക്ടീരിയൽ സെൽസ്. ബാക്ടീരിയ ഇസ് എ പ്രൊകാരിയോട്ട്, റൈറ്റ്? സോ അതിൻ്റെ എക്സാമ്പിളായിട്ട് ബാക്ടീരിയൽ സെൽസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇവരുടെ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് കെമിക്കലി ഭയങ്കര കോംപ്ലെക്സ് ആയിരിക്കും. ആരുടെ നമുക്കുള്ള യുകാരിയോട്സിൻ്റെ കാര്യമല്ല പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ പ്രൊകാരിയോട്സിൻ്റെ കേസിലും അവരുടെ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് കെമിക്കലി ഭയങ്കര കോംപ്ലെക്സ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? ഓക്കെ, എങ്ങനെയാണ് മക്കളെ കോംപ്ലെക്സ്? കെമിക്കലി ദി വിൽ ബി വെരി കോംപ്ലെക്സ്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ പറയുന്നത്. ദാറ്റ് ഈസ് മോസ്റ്റ് പ്രൊകാരിയോട്ടിക് സെൽസ്, പെർട്ടിക്കുലർലി ദ ബാക്ടീരിയൽ സെൽസ്, ഹാവ് എ കെമിക്കലി കോംപ്ലെക്സ് സെൽ എൻവലപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ പ്രൊകാരിയോട്സിന് പകരം നിങ്ങൾക്ക് യുകാരിയോട്ട് എന്ന് തരാം. ഓക്കെ, അവരുടെ സെൽ എൻവലപ്പ് എല്ലാം മക്കളെ മോർ കോംപ്ലെക്സ് ആയിട്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത് ബാക്ടീരിയൽ സെൽസിൻ്റെതാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ ദ സെൽ എൻവലപ്പ് കൺസിസ്റ്റ് ഓഫ് എ ടൈറ്റ്ലി ബൗണ്ട് 3 ലെയേർഡ് സ്ട്രക്ചർ. സെൽ എൻവലപ്പിന് എത്ര ലെയേഴ്സ് ഉണ്ട് മക്കളെ? 3 ലെയേഴ്സ് ആണ് ഉള്ളത്. അവരെങ്ങനെയാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത്? ലൂസ്ലി ബൗണ്ടഡ് ആണോ? അല്ല. സെൽ എൻവലപ്പിന്റെ പ്രത്യേകത അവരുടെ ലെയേഴ്സ് ഒക്കെ ഭയങ്കര ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും. ക്ലിയർ? ടൈറ്റ്ലി ബൗണ്ടഡ് ലെയേർഡ് സ്ട്രക്ചർ ആണ് ആർക്ക് ഉണ്ടാവുക? സെൽ എൻവലപ്പിന് ഉണ്ടാവുക. ഓക്കെ, അത് എത്ര ലെയേഴ്സ് ഉണ്ടാവും മക്കളെ? ദാറ്റ് ഈസ് 3 ലെയേർഡ് സ്ട്രക്ചർ. ഓർത്ത് വെച്ചോ, മോസ്റ്റ്ലി അതായത് ഈ പ്രൊകാരിയോട്സിൻ്റെ ഒക്കെ കേസിൽ ഇവരുടെ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് 3 ലെയേർഡ് ആയിരിക്കും. ഈ 3 ലെയേർഡ് സ്ട്രക്ചർ ബൗണ്ട് ചെയ്തിട്ടുള്ളത് ടൈറ്റ് ബൗണ്ടേഷൻ ആണ്. അവർക്ക് എങ്ങനത്തെ ബൗണ്ടേഷൻ ആണ് മക്കളെ കാണിക്കുന്നത്? ടൈറ്റ്ലി ബൗണ്ടഡ് ആണ്. ക്ലിയർ ആണല്ലോ? സോ ഇനി നമ്മൾ ആ 3 ലെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്, ഇന്നർ മോസ്റ്റ് ലെയർ ഏതാന്നൊക്കെ നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെക്കണം. എക്സാമിന് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. PYQs എടുത്ത് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? സോ ദ ഔട്ടർ മോസ്റ്റ് ലെയർ ദാറ്റ് ഇസ് ദ ഗ്ലൈക്കോകാലിക്സ്. ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ് മക്കളെ? നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? സെൽ എൻവലപ്പിനെ പറ്റിയിട്ടാണ്. സോ ഈ സെൽ എൻവലപ്പിന് 3 ലെയേർഡ് സ്ട്രക്ചർ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 3 ലെയേർഡ് സ്ട്രക്ചർ എങ്ങനെയാണ്? ദാറ്റ് ഈസ് ടൈറ്റ്ലി ബൗണ്ടഡ് ആണ്. ഇങ്ങനെ ടൈറ്റ്ലി ബൗണ്ടഡ് ആണെന്ന് പറയുമ്പം അതിലെ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണെന്ന് അറിയണം. ഫസ്റ്റ് ഔട്ടർ ലെയർ ആണ് നമ്മളുടെ ഗ്ലൈക്കോകാലിക്സ്. ഔട്ടർ ലെയർ ആണ് മക്കളെ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? So the outermost glycocalyx, which is followed by the cell wall and then plasma membrane. So 3 ലെയറിൽ ഔട്ടർമോസ്റ്റ് ലെയർ ആണ് നമ്മളുടെ ഗ്ലൈക്കോകാലിക്സ്. ഗ്ലൈക്കോകാലിക്സ് കഴിഞ്ഞാൽ പിന്നെയുള്ള ലെയർ ഏതാണ് മക്കളെ? ദാറ്റ് ഈസ് സെൽ വാൾ. ക്ലിയർ ആണോ? ആൻഡ് ദ തേർഡ് ലെയർ ദാറ്റ് ഈസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. സോ ഈ 3 ലെയേഴ്സിൽ ഔട്ടർമോസ്റ്റ് ആണ് ഗ്ലൈക്കോകാലിക്സ്, ഇന്നർമോസ്റ്റ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതിങ്ങനെ തന്നെ എക്സാമിന് വരാറുണ്ട്. ഗ്ലൈക്കോകാലിക്സ് ഏത് ലെയറാന്ന് ഓർത്ത് വെക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, സോ ഓൾദോ ഈച്ച് ദ ലെയർ ഓഫ് ദി എൻവലപ്പ് പെർഫോംസ് ഡിസ്റ്റിങ്ക്ട് ഫങ്ഷൻസ്, ദേ ആക്ട് ടുഗദർ ആസ് എ സിംഗിൾ പ്രൊട്ടക്റ്റീവ് യൂണിറ്റ്. ലൈക്ക് ഗ്ലൈക്കോകാലിക്സിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, സെൽ വാളിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്നാൽ കൂടി ഇവർ ടുഗദർലി ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുടെ ഫംഗ്ഷൻ എന്താണ്? എന്താ മക്കളെ ഇവരുടെ ഫംഗ്ഷൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ? ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ.
ഏതൊരു ഒബ്ജക്റ്റിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ലിവിങ് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൽ വാൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സെൽ എൻവലോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്. സോ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവർ സഹായിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു സിംഗിൾ യൂണിറ്റ്, ലൈക്ക് ആ 3 ലെയേർഡ് ആയിട്ടുള്ള ആ ഒരു സിംഗിൾ യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താണ്, പ്രൊട്ടക്ഷനാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? ബട്ട് ഈച്ച് ഓഫ് ദം, ലൈക്ക് ഓരോ ലെയറിനും അവരുടേതായിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ഫംഗ്ഷൻ ഉണ്ട്, ഓരോ ഇൻഡിവിജ്വൽ ഫംഗ്ഷനും അവർക്കുണ്ട്. എന്നാലും ടുഗദർലി അവർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദേ ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് യൂണിറ്റ് ഫോർ ദ സെൽ. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സോ bacteria can be classified into 2 groups on the basis of difference in cell envelopes and the manner in which they respond to staining procedure. See, നമ്മൾ ബാക്ടീരിയ എന്ന് പറയുന്നതാണ് പ്രൊകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ബാക്ടീരിയൽ സെൽ. ഈ ബാക്ടീരിയൽ സെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതെന്തിൻ്റെ ബേസിസിലാന്ന് വെച്ചാൽ ഈ പറയുന്ന സെൽ എൻവലപ്പിൻ്റെ ബേസിസിൽ, സെൽ എൻവലപ്സിലുള്ള ഡിഫറൻസസിൻ്റെ ബേസിസിലും, രണ്ടാമത്തേന്ന് പറയുന്നത് അവരുടെ സ്റ്റെയിനിങ് ഡിഫറൻസിൻ്റെ ബേസിസിലുമാണ്. സോ ഈ സ്റ്റെയിനിങ് ഡിഫറൻസിൻ്റെ ബേസിസിൽ ഗ്രാം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് മക്കളെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. സ്റ്റെയിനിങ് പ്രൊസീജിയർ ആരാണ് മക്കളെ കണ്ടെത്തിയിട്ടുള്ളത്? ഗ്രാം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. സോ ഇതിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ ഇവരുടെ സെൽ എൻവലോപ്പിലുള്ള ഡിഫറൻസിൻ്റെ ബേസിസിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? സോ ഇങ്ങനെ ഗ്രാം സ്റ്റെയിന് ടെക്കപ്പ് ചെയ്യുന്ന ബാക്ടീരിയൽ സെൽസിനെ നമുക്ക് ഗ്രാം പോസിറ്റീവ് എന്ന് പറയാം. ആൻഡ് ഇഫ് ദേ ഡു നോട്ട് ടേക്ക് അപ്പ് ദിസ് ഗ്രാം സ്റ്റെയിൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെന്ത് പറയാം, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയാം. സോ ഹിയർ വി ആർ ലേണിംഗ് അബൌട്ട് 2 ബാക്ടീരിയ. ഏതൊക്കെയാണ് മക്കളെ? ദാറ്റ് ഈസ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട്. ക്ലിയർ ആയോ? എന്താണ് ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത്? ഇഫ് ദേ ആർ ടേക്കിംഗ് അപ്പ് ദ ഗ്രാം പോസിറ്റീവ്, ലൈക്ക് ഇഫ് ദേ ആർ ടേക്കിംഗ് അപ്പ് ദ സ്റ്റെയിൻ എടുക്കാൻ പറ്റുന്ന ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ അവർ ഗ്രാം പോസിറ്റീവും, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഗ്രാം നെഗറ്റീവും ആണ്. ക്ലിയർ ആയോ? 2 ബാക്ടീരിയാസ് ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ. സോ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി സെൽ എൻവലപ്പ് ലെയേഴ്സ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു 3 ലെയേഴ്സ് ഉണ്ട്. അതിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്നത്. സി, ഈ ഗ്ലൈക്കോ കാലിക്സിനെ നമുക്ക് ഡിഫറെൻറ്റ് കോമ്പോസിഷനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവർ ടൈറ്റ്ലി ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. അതെന്താണ് ടൈറ്റ്ലി ബൗണ്ടഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ 3 ലെയേഴ്സ് തമ്മിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഗ്ലൈക്കോ കാലിക്സ്, സെൽ വാൾ, പ്ലാസ്മ മെംബ്രെയിൻ എന്നീ 3 ലെയേഴ്സ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആ ഒരു ടൈറ്റ്ലി ബൗണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്ന സിംഗിൾ ലെയറിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. സി, ഗ്ലൈക്കോ കാലിക്സ് ഡിഫേഴ്സ് ഇൻ കോമ്പോസിഷൻ ആൻഡ് തിക്നെസ് എമംഗ് ഡിഫറെൻറ്റ് ബാക്ടീരിയ. ഓരോ ബാക്ടീരിയക്ക് അനുസരിച്ചിട്ട് ഈ പറയുന്ന ഗ്ലൈക്കോ കാലിക്സിൻ്റെ തിക്നെസ്സിലും കോമ്പോസിഷനിലൊക്കെ മാറ്റം വരും. അത് ലൂസായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് അവരുടെ ആ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ആസ് ലൈക്ക് എ ലൂസ് ഷീത്ത് ആണെന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് എ സ്ലൈം ലെയർ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അപ്പം 2 രീതിക്കുള്ള ഗ്ലൈക്കോ കാലിക്സിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് കുഡ് ബി എ ലൂസ് ഷീത്ത്. അതൊരു ലൂസ് ഷീത്ത് ഫോമിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ലൈം ലെയർ എന്ന് പറയും. ആൻഡ് ഇൻ അതേഴ്സ് ഇറ്റ് മേ ബി തിക്ക് ആൻഡ് ടഫ്. ഇഫ് ദ ഗ്ലൈക്കോ കാലിക്സ് ഇസ് വെരി മച്ച് തിക്ക് ആൻഡ് ടഫ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് മക്കളെ? ക്യാപ്സ്യൂൾ ആണ്. എന്താണ്? ക്യാപ്സ്യൂൾ ആണ്. സോ ഗ്ലൈക്കോ കാലിക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ആയിട്ട് പറയാൻ പറ്റും. ഗ്ലൈക്കോ കാലിക്സിനെ നമുക്ക് 2 ആയി പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് സ്ലൈം ലെയർ. എന്താണ് മക്കളെ? സ്ലൈം ലെയർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ക്യാപ്സ്യൂൾ. എന്താണ് സ്ലൈം ലെയർ എന്ന് പറയുന്നത്? ഇഫ് ഇറ്റ്സ് കോമ്പോസിഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എ ലൂസ് ഷീത്ത്, ഒരു ലൂസ് ഷീത്ത് ഫോമിലാണ് അതിൻ്റെ കോമ്പോസിഷൻ വരുന്നത് എങ്കിൽ അതാണ് സ്ലൈം ലെയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അതിൻ്റെ formation, like if it is if its composition is very much thick ആണെന്നുണ്ടെങ്കിൽ അതാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ മക്കളെ? സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. PYQs എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾക്ക് ഓർമ്മയുണ്ടാകും സ്ലൈം ലെയർ ഭയങ്കര ലൂസ് ഷീറ്റ് ഫോമിലായിരിക്കും, തിക്കാണെന്നുണ്ടെങ്കിൽ അത് ക്യാപ്സ്യൂൾ ആയിരിക്കും എന്നുള്ളത്. ബട്ട് ഇറ്റ് മേ ബി കൺഫ്യൂസ്ഡ് ഫോർ യു when you are looking at their questions. ഓക്കെ, ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ ഇത്ര ഓർത്ത് വയ്ക്കുക, ലൂസ് ഷീറ്റ് ഫോം സ്ലൈം അറിയില്ല നിങ്ങൾക്ക്. നമ്മൾ മക്കളൊക്കെ ലൈക്ക് അവർ കളിക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന സ്ലൈം കേട്ടിട്ടുണ്ടാവും. ലൈക്ക് അവിടെ ക്ലേ അല്ല, ക്ലേ സം മോർ ഹാർഡ്, റൈറ്റ്? സോ സ്ലൈം നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അവർ കളിക്കുന്ന കണ്ടിട്ടുണ്ടാവും.
ഈവൻ തോ വി ഹാവ് പ്ലേഡ് വിത്ത് ഇറ്റ്, റൈറ്റ്? സോ അത് ഭയങ്കര ലൂസ് ഫോമിലല്ലേ കിടക്കുന്നത്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ലൂസ് ഷീറ്റ് ഫോമിലുള്ളതാണെങ്കിൽ സ്ലൈം ലെയറും, ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാപ്സ്യൂളും ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഗ്രാം സ്റ്റെയിൻ എടുക്കുന്ന ബാക്ടീരിയ. ഓക്കെ, ഇനി ഇവരുടെ സെൽ എൻവലപ്പ് എത്ര ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ലെയറിൽ ഫസ്റ്റ് ലെയറിൻ്റെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് സ്ലൈം ലെയർ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ക്യാപ്സ്യൂൾ. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ലെയർ എന്തായിരുന്നു? ഔട്ടർ മോസ്റ്റ് ഗ്ലൈക്കോകാലിക്സ് ഫോളോഡ് ബൈ ദ സെൽ വാൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഗ്ലൈക്കോകാലിക്സിനെ പറ്റി നമ്മൾ പഠിച്ചു മാറ്റി വെച്ചു. ഇനി അടുത്തതാണ് മക്കളെ സെൽ വാൾ എന്ന് പറയുന്നത്. സോ ദ സെൽ വാൾ ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് എ സെൽ. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു സെല്ലിൻ്റെ കേസിൽ ഈ പറയുന്ന ക്യാപ്സ്യൂൾ ആയിക്കോട്ടെ, സ്ലൈം ലെയർ ആയിക്കോട്ടെ, അവരെല്ലാം ശരിക്കും ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇവരുടെ സെൽ വാളല്ലേ? ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സെല്ലിൻ്റെ കേസിൽ അവരുടെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന സെൽ എൻവലപ്പ് ഏതാണ് എന്ന് ചോദിക്കാം. ഓക്കെ, ഏത് ലെയർ കാരണമാണ് ഒരു സെൽ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓബ്ജക്റ്റിൻ്റെ ഷേപ്പ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നതിൽ, അല്ലെങ്കിൽ അതിനൊരു ഷേപ്പ് കിട്ടാൻ ഏത് ലെയർ ആണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ? ദാറ്റ് ഈസ് ദ സെൽ വാൾ. എന്താണ്? സെൽ വാൾ ആണ്. സോ സെൽ വാൾ ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദ സെൽ and also provides a strong structural support to prevent the bacterium from bursting or collapsing. So cell wall-ന് നമുക്ക് 2 functions ആണ് പഠിക്കാനുള്ളത്. സെൽ വാളിന് 2 functions ഉണ്ട്. The first function എന്ന് പറയുന്നത് shape of the cell maintain ചെയ്യുക എന്നുള്ളതാണ്. Second one എന്ന് പറയുന്നത് it prevent the bacterium from bursting or collapsing. ഓക്കെ, കൊളാപ്സ് ആവുന്നതിൽ നിന്നും അല്ലെങ്കിൽ ബേഴ്സ്റ്റ് ആവുന്നതിൽ നിന്നും സഹായിക്കുന്നതും ആരെന്നെയാണ് മക്കളെ? ഈ പറയുന്ന നമ്മളുടെ സെൽ വാളാണ്. ക്ലിയർ ആണോ? സോ ഗ്ലൈക്കോകാലിക്സിൻ്റെ ഫംഗ്ഷൻ അല്ല എന്ത്? സ്ട്രക്ചറൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരുടെ ഫംഗ്ഷനാണ്? സെൽ വാളിൻ്റെ ഫംഗ്ഷനാണ്, വിച്ച് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്ത് വയ്ക്കണം. ക്ലിയർ ആണല്ലോ? സോ ഇങ്ങനെ ഞാൻ പറയുന്ന ഈ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് എഴുതി വയ്ക്കുക. ഓക്കെ, ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഒരു ഷോർട്ട് ബുക്കിൽ സെൽ വാളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇട്ട് ജസ്റ്റ് ഷേപ്പ് ഓഫ് ദ സെൽ, അതുപോലെ തന്നെ സ്ട്രെങ്ത്ത്, അങ്ങനെ പ്രിവെൻറ്റ് ബേഴ്സ്റ്റിംഗ് ആൻഡ് കൊളാപ്സിങ്, ഇങ്ങനെ 3 ഫംഗ്ഷൻസും എഴുതി വയ്ക്കുക. ക്ലിയർ ആണോ മക്കളെ? ലൈക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒന്നിന് തന്നെ ചിലപ്പം A, B, C ഇങ്ങനെയൊക്കെ തരാം. അപ്പോൾ നമ്മൾക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ട് നോർത്താൽ മാത്രമേ ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സെൽ വാളിന് മൊത്തം 3 ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ലാസ്റ്റത്തെ ലെയർ, ദാറ്റ് ഈസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. സോ ഗ്ലൈക്കോകാലിക്സ് കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ സെൽ വാളും കംപ്ലീറ്റ് ചെയ്തു. നൗ വി ആർ മൂവിങ് ടു ദ പ്ലാസ്മ മെംബ്രെയിൻ. സോ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെലക്റ്റീവ്ലി പെർമിബിൾ. എന്താ മക്കളെ സെലക്റ്റീവ്ലി പെർമിബിൾ എന്ന് പറയുന്നത്? എന്താണ് ആക്ച്വലി പെർമിബിൾ എന്ന് പറയുന്നത്? കടത്തിവിടുന്നവരെയാണ് നമ്മൾ പെർമിബിലിറ്റി, ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയാം. ലൈക്ക് ഇപ്പം ഞാൻ ഇവിടെ ഒരു ലെയർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സംതിങ് വാണ്ട് ടു പാസ് ത്രൂ ഇറ്റ്. സി ദിസ് ഇസ് ദ ലെയർ. ഓക്കെ, ഈ എൻ്റെ ഈ ഒരു ഹാൻഡാണ് ഇവിടുത്തെ ലെയർ നോക്കിയാൽ, ഈ ഒരു പാമ്പാണ് ലെയർ. ഇവിടെ നിന്നും കുറച്ച് ആളുകൾക്ക് ഇങ്ങോട്ട് പാസ് ഔട്ട് ചെയ്ത് ഈ സൈഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പാസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയാം. സോ അങ്ങനെ പാസ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കും പാസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ഈ ഒരു ഓബ്ജക്റ്റിനുണ്ടെങ്കിൽ ദിസ് ഇസ് പെർമിയബിൾ. ഓക്കെ, ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? സെലക്റ്റീവ്ലി പെർമിയബിൾ എന്നുള്ളതാണ്. വരുന്നവരെയൊക്കെ കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ അല്ല, ജസ്റ്റ് പെർമിയബിൾ എന്നേ പറയുള്ളൂ. ക്ലിയർ ആയോ? ഇവിടുന്ന് വരുന്ന എല്ലാ ആൾക്കാരെയും ഇതിലൂടെ കടത്തി വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെയർ പെർമിയബിൾ എന്നേ നമ്മൾ പറയുള്ളൂ. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളവരെ മാത്രം ഞാൻ കടത്തി വിടാം. ഓക്കെ, ആവശ്യമുള്ളവർക്ക് മാത്രം ഇവിടെ നിന്ന് പാസ് കൊടുക്കുക, ബാക്കിയുള്ളവർ അവിടെ സ്റ്റോപ്പായി നിൽക്കും. അവർക്ക് എന്ത് ചെയ്തിട്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ സെലക്ട് ചെയ്ത് ആവശ്യമുള്ളവരെ മാത്രം സെലക്ട് ചെയ്ത് പാസ് ഔട്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് മക്കളെ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ അതിന് വേണ്ട ആൾക്കാരെ, ഉപകാരമുള്ള ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ്? ദേ ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ. ഓക്കെ, ആൻഡ് ഇൻട്രാക്ട്സ് വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്. ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ആക്ച്വലി ഗ്ലൈക്കോകാലിക്സ് അല്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ? മിസ്സേ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഗ്ലൈക്കോകാലിക്സ് എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഗ്ലൈക്കോകാലിക്സ് അല്ലേ ഔട്ടർ വേൾഡുമായിട്ട് ഒരു ടച്ച് വേണ്ടത് എന്നുള്ളത്? അങ്ങനെയല്ല മക്കളെ. ഇറ്റ് ഈസ് സേയിങ് അബൌട്ട് ദ ലെയേഴ്സ്. നമ്മൾ ആ ലെയേഴ്സിനെ പറ്റി പഠിക്കുമ്പോഴാണ് ഈ ഔട്ടർ മോസ്റ്റ് ലെയർ ഗ്ലൈക്കോകാലിക്സ് ആണെന്ന് പറയുന്നത്.
ക്ലിയർ. അത് കഴിഞ്ഞിട്ട് സെൽ വാൾ, പ്ലാസ്മ മെംബ്രെയിൻ. ഇതിൽ ഔട്ടർ മോസ്റ്റ് ലൈക്ക് ഔട്ടർ വേൾഡുമായിട്ട് ഇൻ ടച്ച് വരുന്നത് ആർക്കാണ്? ദാറ്റ് ഈസ് ഫോർ ദ പ്ലാസ്മ മെംബ്രെയിൻ. ക്ലിയർ. ഇൻ ടച്ച് വരുന്നത് ആർക്കാണ് മക്കളെ? ദാറ്റ് ഈസ് ഫോർ ദ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് ദിസ് മെംബ്രെയിൻ ഈസ് സിമിലർ സ്ട്രക്ചറലി ടു ദാറ്റ് ഓഫ് യൂകാരിയോട്സ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ നമ്മൾ സെൽ വാളിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ഗ്ലൈക്കോകാലിക്സിനെ പറ്റി പറഞ്ഞപ്പോഴും പ്രൊകാരിയോട്സിലും യൂകാരിയോട്സിലും സിമിലർ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്ലാസ്മ മെംബ്രെയിൻ എടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് സ്ട്രക്ചറലി അവർ എന്തിന് സിമിലർ തന്നെയാണ്? യൂകാരിയോട്സിന് സിമിലർ ആണ്. Plasma membrane of the prokaryote is structurally similar to the eukaryotes. ക്ലിയർ ആണോ? ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് പറഞ്ഞത്. പ്ലാസ്മ മെംബ്രെയിനിലാണ് ആ പോയിന്റ് വരുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സ്ട്രക്ചറലി സിമിലർ ടു ദ യൂകാരിയോട്സ്. പ്രൊകാരിയോട്സിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് യൂകാരിയോട്സിൻ്റെ പ്ലാസ്മ മെംബ്രെയിന് സ്ട്രക്ചറലി സിമിലർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? സോ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സ്പെഷ്യൽ മെംബ്രെയിൻസ് സ്ട്രക്ചേഴ്സ്. ലൈക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻക്ലൂഷൻ ബോഡീസിനെ പറ്റിയിട്ട്, മീസോസോമിനൊക്കെ പറ്റിയിട്ട്. സോ ഇറ്റ് ഈസ് ദ സ്പെഷ്യൽ മെംബ്രെയിനസ് സ്ട്രക്ചർ ദാറ്റ് ഈസ് ദ മീസോസോം വിച്ച് ഈസ് ഫോംഡ് ബൈ ദ എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ടു ദ സെൽ. ഈ പ്ലാസ്മ മെംബ്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് മക്കളെ മീസോസോം എന്ന് പറയുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ എക്സ്റ്റൻഷൻ വന്നിട്ട് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മീസോസോം എന്ന് പറയുന്നത്. സോ നമ്മളുടെ സെൽ എൻവലോപ്പിൻ്റെ ലെയറിൽ നിന്നും ഫോം ചെയ്യുന്ന അടുത്തൊരു തരം എക്സ്റ്റൻഷനാണ് ഈ പറയുന്ന സ്പെഷ്യൽ മെംബ്രെയിനസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ സ്പെഷ്യലി ഫോം ചെയ്യുന്നതായിട്ടാണ് അവർ അങ്ങനെ വിളിക്കുന്നതും. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ദാറ്റ് ഇസ് മീസോസോം. ആ മീസോസോം എങ്ങനെയാണ് മക്കളെ ഫോം ചെയ്യുന്നത്? ഏത് ലെയറിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്? ദാറ്റ് ഇസ് ഫ്രം ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും സെൽ വാളിലോട്ട്, പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും എങ്ങോട്ടാണ് മക്കളെ? പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും സെല്ലിലോട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, എന്താണ് ഫോം ചെയ്യുന്നത്? മീസോസോം. ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഫ്രം ദ പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ടു ദ സെൽ. സെല്ലിലോട്ട് പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നുള്ള എക്സ്റ്റൻഷനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? മീസോസോം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഇവരെ സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്പെഷ്യൽ മെംബ്രെയിനസ് സ്ട്രക്ചർ എന്ന് വിളിക്കാൻ കാരണം, സ്പെഷ്യൽ മെംബ്രെയിനസ് സ്ട്രക്ചർ എന്ന് വിളിക്കാൻ കാരണം അതുകൊണ്ടാണ്. ക്ലിയർ ആണോ മക്കളെ? ആൻഡ് ദീസ് എക്സ്റ്റൻഷൻ ആർ ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ്, ട്യൂബ്യൂൾസ് ആൻഡ് ലാമെല്ലെ. മീസോസോം ഏതൊക്കെ സ്ട്രക്ചറിലാണ്, ഏതൊക്കെ ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുക? മീസോസോംസ് കാണുന്ന ഫോമാണ് മക്കളെ, ദ ഫസ്റ്റ് വൺ ഇസ് വെസിക്കിൾസ്. ഏത് ഫോമിലാണ് കാണുന്നത്? വെസിക്കിൾ ഫോമിൽ കാണും. രണ്ടാമത്തെന്ന് പറയുന്നത് ട്യൂബ്യൂൾസ് ആണ്. മൂന്നാമത്തേതാണ് ലാമെല്ലെ. ക്ലിയർ ആണോ? സോ ഈ പറയുന്ന എക്സ്റ്റൻഷൻസ്, സ്പെഷ്യൽ മെംബ്രെയിനസ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും സെല്ലിലോട്ട് എക്സ്റ്റൻഷൻ വന്നിട്ടുള്ള എന്താണ് അതിൻ്റെ പേര്? മീസോസോം. ആ മീസോസോം ഏതൊക്കെ ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുക? ദാറ്റ് ഈസ് വെസിക്കിൾ ഫോമിൽ കാണാൻ പറ്റും, ലാമെല്ലെ ഫോമിലും കാണാൻ പറ്റും, അതുപോലെ തന്നെ ട്യൂബ്യൂൾ ഫോമിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? സോ എന്താണ് ഇനി പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതാ പറയുന്നത്. നമ്മൾ സെൽ വാളിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. സെൽ വാളിന് 3 ഫംഗ്ഷൻസ് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിനും നമുക്ക് ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്. ക്ലിയർ ആയോ? സോ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദ ഹെൽപ്സ് ഇൻ സെൽ വാൾ ഫോർമേഷൻ. അവരുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ മക്കളെ? സെൽ വാൾ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുക. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് DNA റെപ്ലിക്കേഷൻ. ആൻഡ് ദ തേർഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡോട്ടർ സെൽസ്. സോ പ്ലാസ്മ മെംബ്രെയിനും നമുക്ക് പഠിക്കാനുള്ളത് 3 ഫംഗ്ഷൻസ് തന്നെയാണ്. സെൽ വാളിലും നമുക്ക് പഠിക്കാനുള്ളത് 3 ഫംഗ്ഷൻസ് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻസ്? എന്തൊക്കെയായിരുന്നു? സെൽ വാൾ ഫോർമേഷന് സഹായിക്കുക. രണ്ടാമത്തെന്ന് പറയുന്നത് DNA റെപ്ലിക്കേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡോട്ടർ സെൽസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? സോ 3 ഫംഗ്ഷൻസ് എന്തിൻ്റെയൊക്കെ പഠിച്ചു? പ്ലാസ്മ മെംബ്രെയിൻ്റെയും പഠിച്ചു, സെൽ വാളിൻ്റെയും പഠിച്ചു, ഗ്ലൈക്കോകാലിക്സിൻ്റെ 2 ക്ലാസിഫിക്കേഷനും പറഞ്ഞു. Clear ആയല്ലോ? So they also helps in respiration, secretion process and to increase the surface area of the plasma membrane and enzymatic content. These are also the functions of plasma membrane. Main ആയിട്ട് 3 functions ആദ്യം പറഞ്ഞു നമ്മൾ. That is DNA replication, distribution to daughter cells and also cell wall formation. ഇനി അതിൻ്റെ പുറമേ നമ്മൾ പറയുന്ന എക്സ്ട്രാ ഫങ്ഷൻസ് ആണ് മക്കളെ. എത്ര എണ്ണം ഉണ്ട്? റെസ്പിറേഷൻ, secretion, അതുപോലെ തന്നെ increase the surface area of the plasma membrane and also that
fourth one, that is enzymatic content. That is enzymatic content. So totally നമുക്ക് ഇവിടെ എത്ര എണ്ണം പഠിക്കാനുണ്ട്? 6 functions നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ്റെത് മാത്രം പഠിക്കാനുണ്ട്. അതിൽ 3 എണ്ണമാണ് ആദ്യം നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആൻഡ് ദ നെക്സ്റ്റ് 3 എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രാ ഫങ്ഷൻസ് ആണ്. ദാറ്റ് ഈസ് സെക്രീഷൻ ഉണ്ട്, അതുപോലെ തന്നെ റെസ്പിറേഷൻ ഉണ്ട്, അവരുടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും, എൻസൈമാറ്റിക് കോണ്ടന്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? Okay, so in some prokaryotes like cyanobacteria, they are the other membrane extensions into cytoplasm called chromatophores which contain pigment. നമ്മളിപ്പോൾ ഒരു എക്സ്റ്റൻഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആ എക്സ്റ്റൻഷൻ ആണ് മീസോസോം എന്ന് പറയുന്നത്. ആൻഡ് ആ മീസോസോം എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും സെല്ലിലോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും സെല്ലിലോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ സൈനോബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈനോബാക്ടീരിയ, ദാറ്റ് ഇസ് ദ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഈ പറയുന്ന സൈനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ പോലുള്ള പ്രൊകാരിയോട്സിൻ്റെ കേസിൽ ഒരു എക്സ്റ്റൻഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഒരു മെംബ്രെയിനസ് എക്സ്റ്റൻഷനും കൂടെ പഠിക്കാനുണ്ട്. അത് എവിടേക്കാണ് മക്കളെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻ ടു ദ സൈറ്റോപ്ലാസം. ദാറ്റ് ഈസ് ഇൻ ടു ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലോട്ടാണ് എക്സ്റ്റൻഷൻ വരുന്നത്. ക്ലിയർ ആയോ? ആൻഡ് ഇവരുടെ പ്രത്യേകത എന്താ? ഇങ്ങനെ സൈറ്റോപ്ലാസത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് പിഗ്മെൻറ്റ്സ്. ഓക്കെ, അവരുടെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് പിഗ്മെൻറ്റ്സ്. സോ ആ പിഗ്മെൻറ്റ് പ്രസൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റോഫോഴ്സ്. എന്താണ് പറയുക? ക്രോമാറ്റോഫോഴ്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ ഇപ്പോൾ നമ്മൾ 2 എക്സ്റ്റൻഷനാണ് പഠിച്ചിട്ടുള്ളത്, 2 സ്പെഷ്യൽ മെംബ്രെയിനസ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് മീസോസോം ആൻഡ് ദ സെക്കൻഡ് വൺ ആണ് മക്കളെ ക്രോമാറ്റോഫോഴ്സ്. ഇതിൽ ആരാണ് പിഗ്മെൻറ്റ് കണ്ടെയ്നിങ്? ദാറ്റ് ഈസ് ക്രോമാറ്റോഫോർ ആണ്. ഈ ക്രോമാറ്റോഫോറിൻ്റെ എക്സ്റ്റൻഷൻ എങ്ങോട്ടാണ് വരുന്നത്? സൈറ്റോപ്ലാസത്തിലോട്ടാണ്. ആൻഡ് മീസോസോമിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് സെല്ലിലോട്ടാണ്. ഇയാൾ ക്രോമാറ്റോഫോർ എന്ന് പറയുന്ന പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്നത് സൈറ്റോപ്ലാസത്തിലോട്ടും മറ്റേത് വരുന്നത് സെല്ലിലോട്ടുമാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ മക്കളെ? സോ ബാക്ടീരിയൽ സെൽ മേ ബി മൊട്ടൈൽ ഓർ നോൺ മൊട്ടൈൽ. എന്താണ് മൊട്ടൈൽ, എന്താണ് നോൺ മൊട്ടൈൽ? നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ തൊട്ടേ പറഞ്ഞ കാര്യമാണ്. മൊട്ടൈൽ എന്ന് വെച്ചാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു മൂവ്, റൈറ്റ്? ക്ലിയർ ആയോ? നോൺ മൊട്ടൈൽ എന്ന് വെച്ചാൽ ആ ഒരു എബിലിറ്റി ഇല്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മൊട്ടൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേ പറയുന്നൊരു കാര്യമാണ്, ലൈക്ക് ഐ തിങ്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബൌട്ട് ഫ്ലജെല്ല, അതുപോലെ മറ്റ് കുറച്ച് സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ട്, സീലിയ, ഇങ്ങനത്തെ കുറച്ച് സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞതാണ് മൊട്ടൈലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാകും? ഫ്ലജെല്ല ഉണ്ടാകും. ദാറ്റ് ഈസ് എ സ്ട്രക്ചർ, ഒരു മെംബ്രെയിനസ് സ്ട്രക്ചർ തന്നെയാണത്. ഈ പറയുന്ന മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നതല്ലേ? സോ if motile, they have thin filamentous extensions from their cell wall called flagella. നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമായിരുന്നു അത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതായിരുന്നു. നമ്മൾ ലൈക്ക് ആ പാരാമീസിയം എടുത്തപ്പം നമ്മൾ സീലിയനെ പറ്റിയിട്ട് പറഞ്ഞു. അതിൻ്റെ തൊട്ട് മുന്നായിട്ട് യൂഗ്ലിനോയിഡ്സ് എടുത്ത സമയത്ത് ഫ്ലജെല്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഫ്ലജെല്ല എന്ന് പറയുന്നത് ആക്ച്വലി ആർക്കാണ് മക്കളെ ഉണ്ടാവുക? ദാറ്റ് ഈസ് ഫോർ ദ മൊട്ടൈൽ ആയിട്ടുള്ള ആൾക്കാർക്ക്. മൊട്ടൈൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മൂവ്മെൻറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ, ലൊക്കോമോഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഫ്ലജെല്ല വേണം. ആൻഡ് ഈ ഫ്ലജെല്ല എന്ത് സ്ട്രക്ചറാണ് മക്കളെ? ഇറ്റ് ഈസ് എ തിൻ ഫിലമെൻറ്റസ് വൺ. ഓക്കെ, ഇറ്റ് ഈസ് എ തിൻ ഫിലമെൻറ്റസ് എക്സ്റ്റൻഷൻ ഫ്രം ദെയർ സെൽ വാൾ. എവിടെ നിന്നാണ്? സെൽ വാളിൽ നിന്നാണ്. ഓർത്ത് വെക്കുക. പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ദ മീസോസോം. ഇനി സൈറ്റോപ്ലാസത്തിലോട്ടുള്ള എക്സ്റ്റൻഷൻ നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ദ ക്രോമാറ്റോഫോർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് സെല്ലിൽ നിന്നുള്ള, സെൽ വാളിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ, അതേതാണ്? ഫിലമെൻറ്റസ് എക്സ്റ്റൻഷൻ ആണ്. അതാണ് മക്കളെ എന്ത്? ഫ്ലജെല്ല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? സോ ബാക്ടീരിയ ഷോ എ റേഞ്ച് ഇൻ നമ്പർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലജെല്ല. ബാക്ടീരിയക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റേഞ്ച് ഇൻ നമ്പർ. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബാക്ടീരിയ പറഞ്ഞ സമയത്ത് അവിടെ സംസാരിച്ചതാണ് അതിനെ പറ്റിയിട്ട്. ലൈക്ക് ഇവർക്കൊരു റേഞ്ച് ഇൻ നമ്പർ ഉണ്ട്. ലൈക്ക് എത്ര നമ്പർ ഓഫ് ഫ്ലജെല്ല ഉണ്ടാകും, അല്ലെങ്കിൽ അവർ തന്നെ എത്ര നമ്പർ ഉണ്ടാവും എന്നുള്ളതിനൊക്കെ ഒരു റേഞ്ച് ഉണ്ട്. നോട്ട് അബൌട്ട് എവറിത്തിങ്, ലൈക്ക് എല്ലാവരും ഒരുപോലെ എന്നല്ല, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ടാകും.
സം മേ ഹാവ് 1 flagella, സം മേ ഹാവ് 2 flagella. ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് റേഞ്ച് ഉണ്ടാകും ഓരോരുത്തർക്കും. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ബാക്ടീരിയൽ ഫ്ലജെല്ലം ഇസ് കമ്പോസ്ഡ് ഓഫ് 3 parts. ഇനി ഫ്ലജെല്ലത്തിൻ്റെ പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്ലജെല്ല അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫ്ലജെല്ല. ബാക്ടീരിയൽ ഫ്ലജെല്ലയ്ക്ക് എത്ര പാർട്ട് ഉണ്ട് മക്കളെ? 3 parts ആണുള്ളത്. ദാറ്റ് ഈസ് എന്തൊക്കെയാണ്? ഫിലമെൻറ്റ്, ഹൂക്ക് ആൻഡ് ബേസൽ ബോഡി. ഫിലമെൻറ്റ്, ഹൂക്ക് ആൻഡ് ബേസൽ ബോഡി. ഇതാണ് ഒരു ഫ്ലജെല്ലയുടെ 3 parts എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ദ ഫിലമെൻ്റ് ആണ് മക്കളെ ലോങ്ങസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ലോങ്ങസ്റ്റ് പാർട്ട് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് ദ ഫിലമെൻറ്റ്. ക്ലിയർ ആയോ? സോ ഫിലമെന്റ് is the longest portion and it extends from the cell surface to the outside. സെൽ സർഫസിൽ നിന്നും ഔട്ട്സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് മക്കളെ ഇത്. ക്ലിയർ ആയോ? സോ ഫിലമെന്റ് ആണ് ലോങ്ങസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അത് സെൽ സ്ട്രക്ചറിൽ നിന്നും ഔട്ട്സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് പോർഷൻ. സോ അത് എവിടെ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? സെൽ സർഫസിൽ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന ഫ്ലജെല്ലയ്ക്ക് പുറമേ ഈ മോട്ടിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ആക്ച്വലി ഇത് ഓർത്ത് വയ്ക്കുക. ഫ്ലജെല്ലയുടെ 3 പാർട്ട് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ഫിലമെൻറ്റ്, ബേസൽ ബോഡി, ഹുക്ക്. ഓക്കെ, ഫിലമെൻറ്റ്, ഹുക്ക് ആൻഡ് ബേസൽ ബോഡി. ഇതിലെ ലോങ്ങസ്റ്റ് പാർട്ട് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ദ ഫിലമെൻറ്റ്. അതിൽ ഡൗട്ടൊന്നുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലജെല്ല? ആക്ച്വലി മോട്ടിലിറ്റിക്കും വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പറഞ്ഞു. എന്നാൽ ഫ്ലജെല്ല മാത്രമാണോ മോട്ടിലിറ്റിക്ക് ഉപയോഗിക്കുക? ആണോ? മോട്ടിലിറ്റി എന്ന് പറയുമ്പം ഫ്ലജെല്ല മാത്രം മതിയോ? ചിലർക്ക് ഫ്ലജെല്ല ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കേസിൽ ഫ്ലജെല്ല മാത്രമല്ല, മറ്റ് ഈ പറയുന്ന സീലിയ പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ഫങ്ഷനിങ് ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷനിങ് ആയിരിക്കും അവർക്കൊക്കെ നടക്കുക. ക്ലിയർ ആയോ മക്കളെ? സോ ഇതും ഒരു എക്സ്റ്റൻഷനാണ്, ഒരു സ്പെഷ്യൽ എക്സ്റ്റൻഷനാണ് ഈ പറയുന്ന ഫ്ലജെല്ല. ഇതിൻ്റെ പുറമെ മറ്റു കുറച്ച് എക്സ്റ്റൻഷൻസും കൂടെ മക്കളെ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് പിലായ് ആൻഡ് ഫിംപ്രിയ. ഏതൊക്കെയാണ്? പിലായും അതുപോലെ തന്നെ ഫിംപ്രിയയും. Besides flagella, pili and fimbria are also surface structures of the bacteria but do not play a role in motility. ഇവരുടെ പ്രത്യേകത മിക്ക ആൾക്കാർക്കും തെറ്റുന്നതാണ്. എക്സാമിനെ കൊണ്ട് തെറ്റിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഇത്. ഇവർ ഫ്ലജെല്ല, പിലായ്, ബിസൈഡ്സ് ഫ്ലജെല്ല എന്ന് പറയുമ്പം they thought about like ഓക്കെ ഫ്ലജെല്ല മാത്രമല്ല, ഫ്ലജെല്ലിനെ പോലെ തന്നെയുള്ള ആൾക്കാരാണ് പിലൈ, ഫിംബ്രിയ. അങ്ങനെയല്ല. മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നത് ഫ്ലജെല്ലയാണ്. പിലായും ഫിംബ്രിയയും മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നില്ല. They do not require for the motility. So the pili are elongated tubular structures. Pili എന്ന് പറയുന്നത് എന്താണ് മക്കളെ? That is they are elongated tubular structures. Pili are the elongated tubular structures. ഓർത്ത് വെക്കൽ നിർബന്ധമാണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പിലായ്, ഫിംബ്രിയ, ഫ്ലജെല്ല എന്ന് പറയുന്നത്. കാരണം ഇത്രയുള്ള റീസൺ. ഇവിടെ ഈ ബിസൈഡ്സ് ഫ്ലജെല്ല എന്ന് പറയുമ്പോൾ കുറേ പേര് തെറ്റിദ്ധരിക്കും ഈ പറയുന്ന ഫ്ലജെല്ലിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് പിലായും ഫിംബ്രിയയും ചെയ്യുന്നത് എന്നുള്ളത്. ഓർത്ത് വെക്കുക, മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നതാണ് മക്കളെ ഫ്ലജെല്ല. പിലായും ഫിംബ്രിയയും മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ പിലൈയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? ദാറ്റ് ഈസ് ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. ഇലോങ്ങേറ്റഡ്, ഇലോങ്ങേറ്റഡ് ക്ലിയർ ആയോ? ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ. ഇപ്പം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ കാണുന്നുണ്ടല്ലോ മക്കളെ. സോ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പെഷ്യൽ പ്രോട്ടീൻ. പിലയാണ് മക്കളെ, അവരുടെ ആ ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ് സ്പെഷ്യൽ പ്രോട്ടീൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമ്മൾ ഫ്ലജെല്ലിനെ പറ്റി പറഞ്ഞു, പിലൈനെ പറ്റിയിട്ട് പറഞ്ഞു. അടുത്തതാണ് ഫിംപ്രിയ എന്ന് പറയുന്നത്. സോ ഫിംപ്രിയ ആർ സ്മോൾ ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ് സ്പ്രൗട്ടിങ് ഔട്ട് ഓഫ് ദി സെൽ. അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇറ്റ് ഈസ് അബൌട്ട് ദി സ്മോൾ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചർ ഫോമിലാണ് ആരെ കാണുന്നത്? ഫിംബ്രിയനെ കാണുന്നത്. ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ ഫോമിലാണ് ആരെ കാണുന്നത്? പിലൈനെ കാണുന്നത്. ഇലോങ്ങേറ്റഡ് ഫോം, ലോങ്ങസ്റ്റ് ഫോമിലാണ് ആരുള്ളത്? ഫ്ലജെല്ല ഉള്ളത്. ക്ലിയർ ആയോ? സോ ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ ഫോമിലാണ് നമ്മൾ പിലൈനെ കാണുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ദാറ്റ് ഈസ് ദ ഫിംപ്രിയ. ദാറ്റ് ഈസ് സ്മോൾ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ദാറ്റ് ഈസ് ഫൈബേഴ്സ് സ്പ്രൗട്ടിങ് ഔട്ട് ഓഫ് ദി സെൽ. ഓക്കെ, ഓർത്ത് വെക്കുക. സോ ഇൻ സം ബാക്ടീരിയ ദേ ആർ നോട്ട് ടു ഹെൽപ്പ് അറ്റാച്ച് ദ ബാക്ടീരിയ ടു റോക്സ് ഇൻ സ്ട്രീംസ് ആൻഡ് ഓൾസോ ടു ഹോസ്റ്റ് ടിഷ്യൂസ്. സോ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ഹോസ്റ്റ് ടിഷ്യൂസിലോട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ട്രീംസിലോ റോക്സിലോട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവരെ സഹായിക്കുന്നത്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇതാണ്: ഹെൽപ്പ് അറ്റാച്ച് ദ ബാക്ടീരിയ ടു റോക്സ് ആൻഡ് സ്ട്രീംസ് ആൻഡ് ഓൾസോ ടു ഹോസ്റ്റ് ദ ടിഷ്യൂസ് ആൻഡ് ഓൾസോ ടു ഹോസ്റ്റ് ദ ടിഷ്യൂസ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ?
സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പാർട്ടിലോട്ട് കിടക്കുകയാണ്, ദാറ്റ് ഇസ് റൈബോസോംസ് ആൻഡ് ഇൻക്ലൂഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈബോസോമിനെ പറ്റിയിട്ട്. എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ? റൈബോസോം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ മറ്റാർക്കും ഇല്ലാത്ത ഒരു ക്യാര ആർക്കുണ്ട്? റൈബോസോമിനുണ്ട്. എന്തായിരുന്നു മക്കളെ അത്? സി, ആക്ച്വലി റൈബോസോം എന്ന് പറയുന്നത് ബോത്ത് പ്രൊകാരിയോട്സിലും കാണാൻ പറ്റും, നമുക്ക് യൂകാരിയോട്സിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് തന്നെയാണ് അവരുടെ പ്രത്യേകത. ക്ലിയർ ആയോ? സോ അങ്ങനെ ബോത്ത് യൂകാരിയോട്സിലും പ്രൊകാരിയോട്സിലും കൂടെ കാണാൻ പറ്റുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരുപോലെ കാണാൻ പറ്റുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അതിന് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതായിരുന്നു അവിടെ റൈബോസോം എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇൻ പ്രൊകാരിയോട്സ് റൈബോസോംസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പ്ലാസ്മ മെംബ്രെയിൻസ് ഓഫ് ദ സെൽ. പ്രോകാരിയോട്സിൽ റൈബോസോം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ടാണ്. ആൻഡ് ഇവരുടെ സൈസ്, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കുന്ന ഓരോരുത്തരുടെയും സൈസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഓർത്ത് വയ്ക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ സൈസ് വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരും. ഈവൻ നിങ്ങൾക്ക് ഡയഗ്രത്തിൻ്റെ താഴെ തരുന്ന സൈസ് വെച്ചിട്ട് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സൈസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചേ പറ്റൂ. ലൈക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. എപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്തിടുക. ഈ കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള സ്റ്റിക്കി നോട്ടൊക്കെ കണ്ടാൽ ചിലപ്പോൾ നമുക്കൊന്ന് വായിക്കാൻ തോന്നിയാലോ? ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വായിക്കാൻ തോന്നണം. അങ്ങനെ കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്ത് വെക്കുക. ദെൻ ഇറ്റ് വിൽ ബി മോർ അട്രാക്റ്റിംഗ് ഫോർ യു. നിങ്ങളൊന്നും കൂടെ അട്രാക്ട് ചെയ്യാനത് നല്ലതായിരിക്കും. സോ ദേ ആർ അബൌട്ട് 15 നാനോമീറ്റർ ബൈ 20 നാനോമീറ്റർ. ഫസ്റ്റ് സൈസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. ക്ലിയർ? ദേ ആർ അബൌട്ട് 15 നാനോമീറ്റർ ബൈ 20 നാനോമീറ്റർ. ഓർത്ത് വയ്ക്കുക മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് അബൌട്ട്, വി ആർ സെയിങ് അബൌട്ട് ദ റൈബോസോംസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈസിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ സൈസിൻ്റെ പുറമെ നമ്മൾക്ക് 2 സബ് യൂണിറ്റ്സും കൂടെ പഠിക്കാനുണ്ട്. ലൈക്ക് റൈബോസോംസ് മക്കളെ എങ്ങനെയാണ് കാണുന്നത്? സബ് യൂണിറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. സോ ഇവരുടെ സൈസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്ത്? 15 ബൈ 20 നാനോമീറ്റർ ആണ്. ഓർത്ത് വയ്ക്കുക. ഇനി ഇവരുടെ മെംബ്രെയിൻ ഇറ്റ് ഈസ് അബൌട്ട് 2 സബ് യൂണിറ്റ്സ്. അത് 70S ആൻഡ് 80S ആണ്. 70S ആൻഡ് 80S റൈബോസോംസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആണല്ലോ? സോ അതിൽ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് 2 സബ് യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ നമ്മൾ പഠിക്കുന്നത് 70S റൈബോസോമിൻ്റെ സബ് യൂണിറ്റ്സ് ആണ്. ദാറ്റ് ഈസ് അബൌട്ട് 50Sഉം അതേപോലെ തന്നെ 30S യൂണിറ്റ്സും ആണ്. 50S യൂണിറ്റും 30S യൂണിറ്റും കൂടെയാണ് ഈ പറയുന്ന 70S പ്രൊകാരിയോട്ടിക് റൈബോസോമിൽ കാണുന്നത്. 70S പ്രൊകാരിയോട്ടിക് റൈബോസോമിൻ്റെ സബ് യൂണിറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത് എത്രയാണ് മക്കളെ? ദാറ്റ് ഈസ് 50 ആൻഡ് 30. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തരും. ക്ലിയർ ആയോ? ഓർത്ത് വയ്ക്കുക. 70S റൈബോസോമിൻ്റെ 50 + 30 80 അല്ലേ മാം എന്ന് പറയാൻ നിൽക്കരുത്. 70S റൈബോസോം പ്രൊകാരിയോട്ടിക് റൈബോസോമിൻ്റെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 50S ആൻഡ് 30S. സബ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 50Sഉം 30Sഉം ആണ്. ക്ലിയർ ആയല്ലോ? വിച്ച് present together form 70S prokaryotic ribosomes. Clear ആണല്ലോ മക്കളെ? So ribosomes are the site of protein synthesis. This is very important. റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് പ്രോട്ടീൻ സിന്തസിസ് ആണ്. റൈബോസോം എന്ന് പറയുന്നത് ബോത്ത് പ്രൊകാരിയോട്സിലും അതുപോലെ തന്നെ യൂകാരിയോട്സിലും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് മെയിൻലി പ്രോട്ടീൻ സിന്തസിസ്. സോ കൂടുതൽ റൈബോസോംസ്, അതായത് ഒന്നിലധികം റൈബോസോംസ് ഒരു സിംഗിൾ mRNAയിലോട്ട് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്ത് ഫോം ചെയ്യും? ഒരു ചെയിൻ ഫോം ചെയ്യും. കുറേ റൈബോസോംസ് ഒരു സിംഗിൾ mRNAയിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് മക്കളെ പോളി റൈബോസോംസ് അല്ലെങ്കിൽ പോളിസോം. എന്താണ്? പോളി റൈബോസോം അല്ലെങ്കിൽ പോളിസോം. പോളി എന്ന് വെച്ചാൽ എന്താ? മോർ ദാൻ 2. റൈറ്റ്, മോർ ദാൻ 2 ആണ് പോളി എന്ന് പറയുന്നത്. പോളി റൈബോസോം എന്ന് പറയുമ്പം മോർ ദാൻ 2 റൈബോസോംസ് ആർ പ്രസൻറ്റ്. സോ കുറേ റൈബോസോംസ് ഈ ഒരു സിംഗിൾ mRNAയിൽ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പോളി റൈബോസോം അല്ലെങ്കിൽ പോളിസോം എന്ന് പറയുന്നത്. ആൻഡ് ദ റൈബോസോംസ് ഓഫ് ദ പോളിസോം ട്രാൻസ്ലേറ്റ് ദ mRNA ഇൻ ടു പ്രോട്ടീൻസ്. ഇനി എന്താണ് റൈബോസോമിൻ്റെ ഫംഗ്ഷൻ? mRNAയിലോട്ട് റൈബോസോംസ് അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞു. എന്താണ് അവരവിടെ ചെയ്യുന്നത്? റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, എന്താണ്? പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നതാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ പോളിസോം ചെയ്യുന്നത് എന്താ? ഇറ്റ് ട്രാൻസ്ലേറ്റ് ദ mRNA ഇൻ ടു പ്രോട്ടീൻസ്. ഇറ്റ് ട്രാൻസ്ലേറ്റ് ദ mRNA ഇൻ ടു പ്രോട്ടീൻസ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആണല്ലോ?
അതാണ് നമ്മളുടെ ഫസ്റ്റ് താള്, ദാറ്റ് ഇസ് ദ റൈബോസോം. ഓക്കെ ആണല്ലോ മക്കളെ? സോ പ്രൊകാരിയോട്ടിക് റൈബോസോമിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഇസ് 70S ആണ്. ഈ 70Sന്റെ സബ് യൂണിറ്റ്സ് ആരൊക്കെയാണ്? 50S ആൻഡ് 30S. 50Sഉം 30Sഉം. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? പോളിറൈബോസോം എന്താണ്, പോളിസോം എന്താണ്? ദേ ആർ സിമിലർ, റൈറ്റ്? പോളിസോം ഇസ് നോൺ ആസ് പോളിറൈബോസോം, അല്ലെങ്കിൽ വൈസ് വേഴ്സ, തിരിച്ചും പറയാൻ പറ്റും. ദാറ്റ് ഇസ് കുറേ റൈബോസോംസ് ഒരു സിംഗിൾ mRNAയിലോട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അവരുടെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഇത്രയും കാര്യം പഠിച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? സോ ദേ ട്രാൻസ്ലേറ്റ് ദ mRNA ഇൻ ടു പ്രോട്ടീൻസ്. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന അടുത്തൊരു കാര്യമാണ് ദാറ്റ് ഇസ് അബൌട്ട് ദ ഇൻക്ലൂഷൻ ബോഡീസ്. ഇതും ഒരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് ഇൻക്ലൂഷൻ ബോഡീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീസോസോം പഠിച്ചു, ക്രൊമാറ്റോഫോർ ഒക്കെ പഠിച്ചു. Okay, here we are gonna learn about the inclusion bodies. That is, reserved materials in prokaryotic cells are stored in the cytoplasm in the form of inclusion bodies. എന്താണ് inclusion bodies എന്ന് വെച്ചാൽ? ലൈക്ക് റിസർവ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. റിസർവ് മെറ്റീരിയൽസ് ഫോം ചെയ്യുന്ന സ്റ്റോർ ആണ് മക്കളെ എന്ത്? ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? സോ ഇവരെവിടെയാണ് ഉണ്ടാവുക? സൈറ്റോപ്ലാസത്തിലാണ് ഉണ്ടാവുക. വീണ്ടും പറയാണ്, റിസർവ് മെറ്റീരിയൽസ് എവിടെ സ്റ്റോർ ചെയ്യും? സൈറ്റോപ്ലാസത്തിൽ സ്റ്റോർ ചെയ്യും. അത് ഏത് ഫോമിലായിരിക്കും സ്റ്റോർ ചെയ്യുക? ഈ ഇൻക്ലൂഷൻ ബോഡീസ് എന്നുള്ള ഫോമിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആണോ? ദാറ്റ് ഇസ് ദ ഇൻക്ലൂഷൻ ബോഡീസ്. ആൻഡ് ദീസ് ആർ നോട്ട് ബൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ സിസ്റ്റം. ഇവർ മെംബ്രെയിൻ സിസ്റ്റം ബൗണ്ടഡ് ആണോ? അല്ല. ദീസ് ആർ ഓൾസോ നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ്. ക്ലിയർ ആണല്ലോ? നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ് മക്കളെ പറയുന്ന ഇൻക്ലൂഷൻ ബോഡിയും. ആൻഡ് ലൈ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. അവർക്ക് പ്രത്യേകിച്ച് മെംബ്രെയിൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആണല്ലോ. എന്ത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്? അതാണ് നമ്മളുടെ അറേന ഓഫ് ദ സെല്ലുലാർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസിന്റെ അറേന എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിൽ പ്രത്യേകിച്ച് മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ല ഇല്ല എങ്കിൽ, ഒരു മെംബ്രെയിൻ ബൗണ്ട് ഇല്ലാത്തൊരു ഓർഗനല്ലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ലൈസ് ഫ്രീ ഇൻ ദാറ്റ് സൈറ്റോപ്ലാസം. അത് ആ ഒരു സൈറ്റോപ്ലാസത്തിൽ ഭയങ്കര ഫ്രീ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ക്ലിയർ? അതുകൊണ്ടാണ് പറയുന്നത് ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്നത് ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലയാണ്. സോ അത് എവിടെയാണുള്ളത്? ഇറ്റ് ലൈസ് ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. ക്ലിയർ ആണല്ലോ? സോ അതിൻ്റെ എക്സാമ്പിൾ ആണ് മക്കളെ ഫോസ്ഫേറ്റ് ഗ്രാനുൾസ്, സൈനോഫീഷ്യൻ ഗ്രാനുൾസ് ആൻഡ് ഗ്ലൈക്കോജൻ ഗ്രാനുൾസ്. ഫോസ്ഫേറ്റ് ഗ്രാനുൾസ്, സൈനോഫീഷ്യൻ ഗ്രാനുൾസ് ആൻഡ് ഗ്ലൈക്കോജൻ ഗ്രാനുൾസ്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? 3 ടൈപ്പ് ഗ്രാനുൾസ് നമ്മൾ പറഞ്ഞു, 3 ടൈപ്പ് ഇൻക്ലൂഷൻ ബോഡീസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഫോസ്ഫേറ്റ് ഗ്രാനുൾസ്, സൈനോഫീഷ്യൻ ഗ്രാനുൾസ് ആൻഡ് ഗ്ലൈക്കോജൻ ഗ്രാനുൾസ്. ഓർത്ത് വെക്കുക. എവിടെ കാണുന്നത്? സൈറ്റോപ്ലാസത്തിലായിരിക്കും കാണുന്നത്. ആൻഡ് ഗ്യാസ് വാക്യൂൾസ് ആർ ഫൗണ്ട് ഇൻ ബ്ലൂ, ഗ്രീൻ ആൻഡ് പർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ക്ലിയർ ആണോ? ഗ്യാസ് വാക്യൂൾസ് ആർ ഫൗണ്ട് ഇൻ ബ്ലൂ, ഗ്രീൻ, പർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഓർത്ത് വെക്കുക. ഗ്രാനുൾസുകൾ ഏതൊക്കെയായിരുന്നു? ഫോസ്ഫേറ്റ് ഗ്രാനുൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ ഗ്രാനുൾസ് ഉണ്ട്, സൈനോഫീഷ്യൻ ഗ്രാനുൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരെ എവിടേക്കാണ് കാണുന്നത് മക്കളെ? ഈ പറയുന്ന ഗ്യാസ് വാക്യൂൾസിനെ കാണുന്നത് എവിടേക്കാണ് പറഞ്ഞേ? ദാറ്റ് ഈസ് ഇൻ ദ ഗ്രീൻ ആൻഡ് പർപ്പിൾ ബാക്ടീരിയ. ബ്ലൂ, ഗ്രീൻ, പർപ്പിൾ ബാക്ടീരിയ, അതുപോലെ തന്നെ ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഇവിടേക്കാണ് ഗ്യാസ് വാക്യൂൾസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ 2 ആൾക്കാരെ പറ്റി പഠിച്ചു തീർന്നു. വി ഹാവ് ലേൺഡ് അബൌട്ട് നമ്മളിപ്പം ഓർഗനല്ലയിലോട്ട് കടന്നു. ലൈക്ക് സോ അതിൽ നമ്മൾ റൈബോസോമും പറഞ്ഞു, ഇൻക്ലൂഷൻ ബോഡീസ് എന്താണെന്നുള്ളതും പറഞ്ഞു. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് യൂക്കാരിയോട്ടിക് സെൽസിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും, കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ വെൻ വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അവിടെ പ്രോക്യാരിയോട്ടിക്കിൽ പറഞ്ഞത് ആരെ മാത്രമാണ്? കിങ്ഡം മൊണീറിനെ ആയിരുന്നു. ഓർക്കുന്നില്ലേ നിങ്ങൾ? കിങ്ഡം മൊണീറിനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലാണ് നമ്മളുടെ സൈനോ ബാക്ടീരിയയും ആളുകളൊക്കെ വന്നത്. ആൻഡ് നൗ വി ആർ ലേണിംഗ് അബൌട്ട് ദ യൂക്കാരിയോട്ടിക് സെൽസ്. മക്കളെ, യൂക്കാരിയോട്സ് ആരൊക്കെയായിരുന്നു അവിടെ? ദാറ്റ് ഈസ് പ്രൊട്ടീസ്റ്റ ഉണ്ടായിരുന്നു, ഫംഗൈ ഉണ്ടായിരുന്നു. കിങ്ഡം പ്രൊട്ടീസ്റ്റ, ഫംഗൈ ഓർക്കുന്നില്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി യൂക്കാരിയോട്ടിക് സെൽസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ദ കിങ്ഡം ദാറ്റ് ഈസ് പ്രൊട്ടീസ്റ്റ, ദാറ്റ് ഈസ് പ്ലാന്റ്സ്, ആനിമൽസ്, ഫംഗൈ. ഇതൊക്കെ എന്താണ് മക്കളെ? യൂക്കാരിയോട്സ് ആണ്. കിങ്ഡം മൊണീറയായിരുന്നു എന്ത്? പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത്. അതിലെ സോൾ മെമ്പറാണ് ബാക്ടീരിയ എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ബാക്ടീരിയൽ സെല്ലിനെ പറ്റിയിട്ട്, ആ ബാക്ടീരിയൽ സെല്ലിനെ എടുത്തിട്ടാണ് നമ്മളൊരു എക്സാമ്പിൾ ആക്കി പഠിച്ചത്.
Clear ആണല്ലോ? So here we are going to the eukaryotic cells. And in eukaryotic cells, there is an extensive compartmentalization of cytoplasm. Eukaryotic cell ന്റെ ആദ്യത്തെ പ്രത്യേകത എന്താണ് മക്കളെ? അവർക്കൊരു extensive compartmentalization ഉണ്ട് through the presence of the membrane bounded organelles. ഇവരിൽ membrane bounded organelles ആണല്ലോ ഉണ്ടാവുക. അങ്ങനെയാണല്ലോ നമ്മൾ പ്രൊകാരിയോട്ടിക്കിനെയും യൂക്കാരിയോട്ടിക്കിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പഠിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇവർക്ക് membrane bounded ആയിട്ടുള്ള organelles ഉണ്ടാവും. ക്ലിയർ ആണോ? പ്രൊകാരിയോട്ടിനെ സംബന്ധിച്ച് അവർക്ക് നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലേ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ്? മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലേ ആണ്. ഇവർക്ക് മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലേ ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, ലൈക്ക് ഒരു എക്സ്റ്റേണൽ കമ്പാർട്ട്മെന്റലൈസേഷൻ വരുന്നുണ്ട്. ക്ലിയർ ആണോ മക്കളെ? So eukaryotic cells possess an organized nucleus with a nuclear envelope. അതിന് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, കാരണം ഇവർക്ക് മെംബ്രെയിൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ മെംബ്രെയിൻ ആണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അവർക്ക് എന്തുണ്ട്? ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട് വിത്ത് എ ന്യൂക്ലിയർ എൻവലപ്പ്. ആൻഡ് ഇൻ അഡീഷൻ eukaryotic cells have a variety of complex locomotory and cytoskeletal structure. ഇതിൻ്റെ പുറമേ ആയിട്ടാണ് അവർക്ക് എന്തുള്ളത്? ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഉണ്ട്, സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ളത്. ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സും സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സും ഒക്കെ ഈ പറയുന്ന യൂക്കാരിയോട്ടിക് സെൽസിനുണ്ട്. പ്രൊകാരിയോട്ടിക് സെൽസിനെ സമയത്ത് ഇതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അത് ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ? സോ their genetic material is organized into chromosomes and all eukaryotic cells are not identical. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണ്. ആനിമൽ മറ്റൊരു യൂക്കാരിയോട്ടാണ്. സോ ഇവരെല്ലാവരും ഒരുപോലെയാണോ കാണാൻ വേണ്ടിയിട്ട്? അല്ല. They all are different. They have each other's individuality, right? So all eukaryotic cells are not identical. Plants and animal cells are different as the former possess cell wall, plastids and larger central vacuole which are absent in animal cells. ഓർത്ത് വെക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് തരുന്നുണ്ട് മക്കളെ. പ്ലാന്റ്സിൽ കാണുന്നത് ആരൊക്കെയാണ്? ദാറ്റ് ഈസ് സെൽ വാൾ, പ്ലാസ്റ്റിഡ്സ്, അതുപോലെ സെൻട്രൽ വാക്യൂൾ. സെൽ വാൾ, പ്ലാസ്റ്റിഡ്സ്, സെൻട്രൽ വാക്യൂൾ. ഈ പറയുന്ന ആളുകളൊക്കെ എവിടെ ആബ്സെൻ്റ് ആണ് മക്കളെ? ആനിമാലിയയിൽ ആബ്സെൻ്റ് ആണ്. കിങ്ഡം ആനിമാലിയയിൽ ആബ്സെൻ്റ് ആണ്. ഇവരെവിടെയാണ് കാണുന്നത്? പ്ലാന്റ്സിനാണ് കാണുന്നത്. സെൽ വാൾ ആയിക്കോട്ടെ, പ്ലാസ്റ്റിഡ്സ് ആയിക്കോട്ടെ, വാക്യൂൾ ആയിക്കോട്ടെ, സെൻട്രൽ വാക്യൂൾ ആയിക്കോട്ടെ, ഇവരൊക്കെ ആർക്കാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? പ്ലാന്റ്സിനാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ആനിമാലിയക്ക് ഇത് ആബ്സെൻ്റ് ആണ്. കിങ്ഡം ആനിമാലിയക്ക് ഇതെന്താണ്? ആബ്സെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന പ്ലാന്റ് എന്ന് പറയുന്നതും ഒരു യൂക്കാരിയോട്ടാണ്, ആനിമൽ എന്ന് പറയുന്നതും ഒരു യൂക്കാരിയോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഈ പറയുന്ന ആളുകളൊക്കെ വേണ്ടായിരുന്നല്ലോ. ലൈക്ക് പ്ലാസ്റ്റിഡ്സ് രണ്ടുപേർക്കും ഉണ്ടാവണമായിരുന്നു, സെൽ വാൾ ഉണ്ടാവണമായിരുന്നു, നമ്മൾ സെൻട്രൽ വാക്യൂൾ ഉണ്ടാവണമായിരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അല്ല, ഈച്ച് അതേഴ്സ് ആർ ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞു. അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് പ്ലാന്റ്സിന് സെൽ വാൾ ഉണ്ട്, പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ വാക്യൂളും പ്രസൻ്റ് ആണ്. എന്നാൽ ആനിമൽസിന് ഈ പറയുന്ന ആളുകളൊന്നും ഇല്ല. ഈ മൂന്നാളുകളും ആബ്സെൻ്റ് ആണ്, ആനിമൽസിന് ആബ്സെൻ്റ് ആണ്. അതേസമയം ഇനി ആനിമൽസിലുള്ള ചിലത് ആർക്കില്ല? പ്ലാന്റ്സിനില്ല. സോ ആനിമൽസ് ഹാവ് സെൻട്രിയോൾസ് വിച്ച് ആർ ആബ്സെൻ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ പ്ലാന്റ് സെൽസ്. മിക്ക പ്ലാന്റ് സെൽസിലും ആബ്സെൻ്റ് ആണ് മക്കളെ എന്ത്? സെൻട്രിയോൾസ് എന്ന് പറയുന്നത്. ഈ സെൻട്രിയോൾസ് ആർക്ക് പ്രസൻ്റ് ആണ്? ആനിമൽസിന് പ്രസൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ പ്ലാന്റ്സിന് പ്രസൻ്റ് ആയിട്ട് ആനിമൽസിന് ആബ്സെൻ്റ് ആയത് മൂന്നെണ്ണമാണ്. സെൽ വാൾ ഉണ്ട്, പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, സെൻട്രൽ വാക്യൂൾ ഉണ്ട്. ഇനി ആനിമൽസിന് പ്രസൻ്റ് ആണ്, എന്നാൽ പ്ലാന്റ്സിന് അതില്ല എന്ന് പറയുമ്പം അതിൻ്റെ എക്സാമ്പിളാണ് മക്കളെ സെൻട്രിയോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്കൊരു ഡയഗ്രാം ഉണ്ടാവും. പക്ഷേ ആ ഡയഗ്രാം ഞാനിപ്പോൾ നോക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് സെൽ ഓർഗനൽസ് പഠിച്ച് തീർന്നിട്ട് മാത്രമേ ഡയഗ്രത്തിലോട്ട് വരുന്നുള്ളൂ. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഓരോ സെൽ ഓർഗനൽസിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ സെൽ ഓർഗനൽസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണോ സെൽ ഓർഗനൽസ് വരുന്നതെന്നുള്ളത്. എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. സോ അതും സെൽ ഓർഗനൽസ് ആണ്. അതല്ലാത്ത സെൽ ഓർഗനൽസും നമ്മൾക്കുണ്ട്. ഓക്കെ, അങ്ങനെയാണ്
പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൂവ് ഓൺ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് സെൽ ഓർഗനലിലായിട്ടാണ് മക്കളെ. ദാറ്റ് ഈസ് അബൌട്ട് സെൽ മെംബ്രെയിൻ. എന്താണ്? സെൽ മെംബ്രെയിൻ ആണ് നമ്മൾ ആദ്യത്തെ സെൽ ഓർഗനൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ. The detailed structure of the membrane was studied only after the advent of electron microscope in 1950s. 1950s ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തതിന് ശേഷമാണ് മക്കളെ ഡീറ്റെയിൽഡ് സ്റ്റഡി പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നതാണ്, ഒരു പ്ലാന്റ്, ഇപ്പം സപ്പോസ് ദിസ് ഇസ് എ പ്ലാന്റ്, ഈ പ്ലാന്റ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് സെൽ വാൾ കിടക്കുന്നത്, അങ്ങനെയാണ് കിടക്കുന്നത്, ഇതിന് ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിന് നമുക്ക് മൈക്രോസ്കോപ്പ് വേണം. സോ ഈ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്നും കൂടി ഡീറ്റെയിൽഡിഫൈ ചെയ്തിട്ടുള്ളത് 1950s. അതിൻ്റെ ശേഷമാണ് ആക്ച്വലി ഈ മെംബ്രെയിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഡീറ്റെയിൽഡ് സ്ട്രക്ചർ എപ്പോഴാണ് പഠിച്ചത്? നമ്മൾ ഈ ഒരു 1950s ഇത് ഇൻവെൻറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് മക്കളെ പഠിച്ചിട്ടുള്ളത്. സോ മീൻ വൈൽ chemical studies on the cell membrane, especially in human RBCs, enabled the scientists to deduce the possible structure of plasma membrane. So അവരവിടെ എക്സാമ്പിൾ ആക്കി എടുത്തിട്ടുള്ളത് ഹ്യൂമൻ RBC ആണ്. സോ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തത് ആരെയാണ്? ഹ്യൂമൻ RBC ആണ്. ഞാൻ ഒന്നും കൂടെ പറയാം, കെമിക്കൽ സ്റ്റഡീസ് ഓൺ ദ സെൽ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ്റെ കെമിക്കൽ സ്റ്റഡീസ് എസ്പെഷ്യലി ഹ്യൂമൻ RBC ഇതൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ സ്ട്രക്ചർ വെച്ചിട്ടാണ്. ഇങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ സ്ട്രക്ചർ വെച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണം. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ സ്റ്റഡി നടത്തിയിട്ടുള്ളത് ആഫ്റ്റർ ദ ഇൻവെൻഷൻ ഇൻ 1950s ആണ്. ആൻഡ് ദീസ് സ്റ്റഡീസ് ഷോഡ് ദാറ്റ് സെൽ മെംബ്രെയിൻ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഇങ്ങനെയുള്ള ഈ ഒരു സ്റ്റഡിയിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ്റെ മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. സെൽ മെംബ്രെയിൻ ആരൊക്കെ കൂടിയിട്ടുള്ളതാണ്? ലിപ്പിഡ്സും അതുപോലെ തന്നെ പ്രോട്ടീൻസും. ലിപ്പിഡ്സും പ്രോട്ടീൻസും അടങ്ങിയതാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, cell membrane is composed of lipids and proteins, and the major lipids are phospholipids. ഇതിലെ major lipids ഏതായിരിക്കും? phospholipids ആയിരിക്കും. that are arranged in a bilayer. അതിൻ്റെ arrangement എങ്ങനെയാണ്? bilayer ആയിട്ടാണ് മക്കളെ. ഇതിലത്തെ ഓരോ ലൈനും each and every line mean to be a statement question for you. ഓക്കെ, നിങ്ങൾ PYQs എടുത്ത് നോക്കിയാലും മനസ്സിലാകും ഈ ഒരു സൈഡിൽ നിന്ന് കുറേ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ, ലൈക്ക് ഹൈഡ്രോഫോബിക് ആണോ, ഹൈഡ്രോഫിലിക് ആണോ, അത് ടെയിൽ ആണോ, ഹെഡ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. കുറച്ചും കൂടെ മോൺ ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ ആണല്ലോ? സോ ഇത്ര ഓർത്ത് വയ്ക്കുക, നമ്മളുടെ സെൽ മെംബ്രെയിൻ മെയിൻലി കമ്പോസ് ചെയ്തിട്ടുള്ളത് ലിപ്പിഡ്സും പ്രോട്ടീൻസും വെച്ചിട്ടാണ്. ഈ ലിപ്പിഡ്സിന് പല രീതിക്കുള്ള ലിപ്പിഡ്സ് ഉണ്ട്, പലതരം ലിപ്പിഡ്സ് ഉണ്ട്. സോ അതിൽ മെയിനായിട്ടും ഇവിടെ കണ്ടത് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഏതാണ് മക്കളെ? ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഇനി ഇവരുടെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? they are arranged in bilayer. ഈ ഫോസ്ഫോലിപ്പിഡിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് മക്കളെ വരുന്നത്? ദാറ്റ് ഈസ് ഇൻ ബൈലെയർ. ആൻഡ് ഓൾസോ ലിപ്പിഡ്സ്. ഇനി നമ്മൾ ലിപ്പിഡ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലിപ്പിഡ്സും പ്രോട്ടീൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അതിൽ ലിപ്പിഡ്സ് മെയിൻലി ഫോസ്ഫോലിപ്പിഡ്സ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓൾസോ ദ ലിപ്പിഡ്സ് ആർ അറേഞ്ച്ഡ് വിത്തിൻ ദ മെംബ്രെയിൻ വിത്ത് ദ പോളാർ ഹെഡ് ടുവേർഡ്സ് ദ ഔട്ടർ സർഫസ്. ലൈക്ക് ഇനി എങ്ങനെയാണ് ലിപ്പിഡ്സ് ഏത് ഫോമിലാണ് ഏത് രീതിക്കാണ് അറേഞ്ച് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെ പോളാർ ഹെഡ് ടുവേർഡ്സ് ദ ഔട്ടർ സർഫസ് ആണ്. ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ ഇവരുടെ പോളാർ ഹെഡ് എങ്ങോട്ടാണ് മക്കളെ? ദാറ്റ് ഈസ് ടു ദ ഔട്ടർ സൈഡ്. ഔട്ടർ സൈഡിലോട്ടാണ് പോളാർ ഹെഡ് ഉണ്ടാവുക. ആൻഡ് ഹൈഡ്രോഫോബിക് ടെയിൽസ് ടുവേർഡ്സ് ദ ഇന്നർ പാർട്ട്. അതിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ടെയിലും ഉണ്ട് ഹെഡും ഉണ്ട്. ഇതിൽ ടെയിലാണ് മക്കളെ ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത്. ഹൈഡ്രോഫിലിക് ആണ് ഹെഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ആളാണ് ഹെഡ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ഹെഡ് ടുവേർഡ്സ് ഔട്ടർ സർഫസ് ആയിരിക്കും, നോ ഇഷ്യൂസ്. എന്നാൽ ടെയിൽ എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്. ഹെഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്. സോ ഹൈഡ്രോഫിലിക് ആയതുകൊണ്ട് തന്നെ അത് പുറത്തോട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ടെയിൽ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫോബിക് ആകുമ്പം ടുവേർഡ്സ് ഇന്നർ സൈഡ് ആയിരിക്കും വരിക. ഇന്നർ പാർട്ടിലോട്ടാണ് ആര് വരിക മക്കളെ? ദാറ്റ് ഇസ് ടെയിൽ വരിക. കാരണം എന്താ? ഹൈഡ്രോഫോബിക് ആണ്. ദേ ആർ ഗെറ്റിംഗ് ടു ബി പ്രൊട്ടക്റ്റഡ്, റൈറ്റ്? അവർക്ക് ഇഷ്ടമല്ല ഫോബിക് എന്ന് വെച്ചാൽ എന്ത്? ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അവരകത്ത് കയറി നിൽക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. സോ ഹൈഡ്രോഫോബിക് ഏതാണെന്ന് അറിയണം, ടെയിലാണോ ഹെഡാണെന്ന് അറിയണം. ടെയിലാണ് മക്കളെ ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹൈഡ്രോഫോബിക് ടെയിൽ എടുക്കാണ്ടാവുക ടുവേർഡ്സ് ഇന്നർ പാർട്ടും, ഹൈഡ്രോഫിലിക് ഹെഡ് എടുക്കാണ്ടാവുക ഔട്ടർ സൈഡിലോട്ടുമാണ് ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? സോ ദിസ് ഇൻഷുവേഴ്സ് ദാറ്റ് നോൺ പോളാർ ടെയിൽ എങ്ങനെയാണ്? ഹൈഡ്രോഫോബിക് ആണ്.
സോ ഹൈഡ്രോഫോബിക് ടെയിൽ ആകുമ്പം അവർക്ക് പേടിയാന്നല്ലേ നമ്മൾ പറഞ്ഞത്, അവർ ഇന്നർ പാർട്ടിലോട്ട് കയറി നിൽക്കുന്നല്ലേ പറഞ്ഞത്. സോ ദേ ആർ നോൺ പോളാർ. അവരെങ്ങനെയാണ്? നോൺ പോളാർ ആണ്. നോൺ പോളാർ ടെയിൽ ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദ അക്വസ് എൻവയോൺമെൻറ്റ്. അവരകത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ അക്വസ് എൻവയോൺമെൻറ്റിൽ നിന്നും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ അഡീഷൻ ടു ദ ഫോസ്ഫോലിപ്പിഡ്സ് മെംബ്രെയിൻ ഓൾസോ കണ്ടെയ്ൻ കൊളസ്ട്രോൾ. ഫോസ്ഫോലിപ്പിഡ്സ്, അതായത് ലിപ്പിഡ്സും പ്രോട്ടീൻസും മാത്രമാണ്. ആ ലിപ്പിഡ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ ഫോസ്ഫോലിപ്പിഡ്. ഈ ഫോസ്ഫോലിപ്പിഡ് മാത്രമല്ല, ആരും കൂടെ അവിടെ ഉണ്ട് മക്കളെ, ദാറ്റ് ഈസ് സെൽ കൊളസ്ട്രോളും കൂടെ കാണാം. അവിടെ നമുക്ക് എന്തും കൂടെ കാണാൻ പറ്റും? കൊളസ്ട്രോളും കൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ലേറ്റർ ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ക്ലിയർലി റിവീൽ ദ സെൽ മെംബ്രെയിൻസ് ഓൾസോ പൊസസ് പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. നേരത്തെ ഈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയിൽ നിന്നും നമുക്ക് കിട്ടിയ എന്താണ്? ലിപ്പിഡ്സും പ്രോട്ടീൻസും വെച്ചിട്ടാണ് സെൽ മെംബ്രെയിൻ കമ്പോസ് ചെയ്തിട്ടുള്ളതെന്ന്. എന്നാൽ പിന്നീട് ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ കിട്ടിയ മറ്റൊരു കാര്യമാണ് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും കൂടെ അതിലുണ്ട്. ആരുണ്ട്? പ്രോട്ടീൻസും ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. ആൻഡ് ദ റേഷ്യോ ഓഫ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് വേരീസ് കൺസിഡറബിളി ഇൻ ഡിഫറെൻറ്റ് സെൽ ടൈപ്സ്. എല്ലാറ്റിലും ഒരേപോലത്തെ പ്രോട്ടീൻ കോണ്ടൻറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് കോണ്ടൻറ്റ് അല്ല ഉണ്ടാവുക, ഇറ്റ് വേരീസ്. അതിങ്ങനെ വേരീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സോ ഇൻ ഹ്യൂമൻ ബീയിങ്സ് ദ മെംബ്രെയിൻ ഓഫ് ദി എരിത്രോസൈറ്റ് ഹാസ് അപ്രോക്സിമേറ്റ്ലി 52% പ്രോട്ടീൻസ് ആൻഡ് 40% ലിപ്പിഡ്സ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മക്കളെ. PYQs എടുത്ത് നോക്കിയാൽ തിരിച്ചും മറിച്ചും കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സ്റ്റേറ്റ്മെൻറ്റിൽ ക്വസ്റ്റ്യൻ തരാം, നമ്മളുടെ മാസ്റ്റർ ഫോളോയിങ്ങിൽ ക്വസ്റ്റ്യൻ തരാം, അസേർഷൻ റീസണിൽ ക്വസ്റ്റ്യൻസ് തരാം. ഇതിലേതാണ് പ്രോട്ടീൻ, എത്ര പെർസെൻറ്റേജ് ആണ് പ്രോട്ടീൻ, എത്ര പെർസെൻറ്റേജ് ആണ് ലിപ്പിഡ്സ്, ഇതിൽ ഈ വാല്യൂ മാറത്തില്ല. 52 40 മാറത്തില്ല. പക്ഷേ ഇത് ഏതിനാണ് 52 ഏതിനാണ് 40 എന്ന് മാറും. ഇത്ര ഓർത്ത് വയ്ക്കുക മക്കളെ. 52 ആണോ 40 ആണോ വലുത്? 52 ആണ് വലുത്. സി പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഇതിൽ ആരാണ് കുറേ ലെറ്റർ ഉള്ള ആൾ? പ്രോട്ടീൻസ് ആണ്. സോ 52 ഫോർ പ്രോട്ടീൻ ആൻഡ് 40 ഫോർ ലിപ്പിഡ്സ്. ക്ലിയർ ആയോ? ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ട്രിക്സ് ഒക്കെ ഓർത്ത് വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിത് നോട്ട് ചെയ്യണം എന്നുള്ളത്. സോ 52 40 നമുക്ക് മാറത്തില്ല. ഇനി പ്രോട്ടീൻസിൻ്റെ ആണോ അതോ ലിപ്പിഡ്സിൻ്റെ ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരിക. പ്രോട്ടീൻസ് കുറേ എഴുതാനുണ്ട്, കുറേ ലെറ്റേഴ്സ് ഉണ്ട്. സോ ഗ്രേറ്റർ ദ ലെറ്റേഴ്സ് ഗ്രേറ്റർ ദ നമ്പർ, ദാറ്റ് ഈസ് 52%. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഈ നമ്മളുടെ ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ വഴിയാണ് ഇവർക്ക് കാർബോഹൈഡ്രേറ്റും കൂടെ ഉണ്ട് പ്രോട്ടീൻസും ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയത്. നേരത്തെ പറഞ്ഞത് ആരൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് അബൌട്ട് ലിപ്പിഡ്സ്. ലിപ്പിഡ്സും പ്രോട്ടീൻസും ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ ആരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു? കാർബോഹൈഡ്രേറ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന എരിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഹ്യൂമൻസിൻ്റെതാണ്. റൈറ്റ്, ഹ്യൂമൻ RBC ആണല്ലോ എരിത്രോസൈറ്റ് എന്ന് പറയുന്നത്. സോ അതിലാണ് മക്കളെ പ്രോട്ടീൻസും ലിപ്പിഡ്സും ഉണ്ടെന്ന് പറഞ്ഞു. എത്ര പെർസെൻറ്റേജ്? 52% പ്രോട്ടീനും 40% ലിപ്പിഡ്സും ആണ് കാണുന്നത്. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ മെംബ്രെയിൻ പ്രോട്ടീൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇൻ്റഗ്രൽ ആൻഡ് പെരിഫറൽ. വീണ്ടും എക്സ്ട്രാക്ഷൻ ഈസിയർ ആവുന്ന രീതിക്ക് അതിൻ്റെ ഒരു ബേസിസിൽ വീണ്ടും മെംബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? ഇൻ്റഗ്രൽ മെംബ്രെയിനും അതുപോലെ തന്നെ പെരിഫറൽ മെംബ്രെയിനും. ക്ലിയർ ആണോ മക്കളെ? ഇൻ്റഗ്രലും പെരിഫറലും. ഇനി പെരിഫറൽ പ്രോട്ടീൻസ്, മെംബ്രെയിൻ പ്രോട്ടീൻസ് അല്ലേ? ഓക്കെ, ഈ പെരിഫറൽ പ്രോട്ടീൻസ് എവിടെയാണ് ലൈ ചെയ്യുക? ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എങ്ങോട്ടാണ് ലൈ ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കണം മക്കളെ. പെരിഫറി എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ ലെയർ അല്ലേ? സോ ദ പെരിഫറൽ പ്രോട്ടീൻസ് ലൈസ് ഓൺ ദ സർഫസ് ഓഫ് ദ മെംബ്രെയിൻ വൈൽ ദ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ലൈ പാർഷ്യലി ഓർ ടോട്ടലി ബറീഡ് ഇൻ ദ മെംബ്രെയിൻ. പെരിഫറി എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ ഔട്ടർ സൈഡിനെയാണ് നമ്മൾ പെരിഫറി എന്ന് പറയാം. സോ അത് ഓൺ ദ സർഫസിലും, മറ്റ് ഇൻ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബറീഡ് ആയിരിക്കും. സർഫസിലോട്ട് കംപ്ലീറ്റ്ലി, ആ ഒരു മെംബ്രെയിനിലോട്ട് കംപ്ലീറ്റ്ലി ബറീഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ വേണ്ടി മനസ്സിലാക്കാം. സി, ഇതാണ് പെരിഫറൽ പ്രോട്ടീൻസ്. അത് ഔട്ടറിലല്ലേ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ, ഇതിപ്പം പാർഷ്യലി ബറീഡ് ആണ്, കുറച്ച് പുറത്തുണ്ട്. ഓക്കെ, ഇനി ഇത് മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബറീഡ്. ഓക്കെ, സോ രണ്ട് തരം പ്രോട്ടീൻസ് പറഞ്ഞു. പെരിഫറൽ പ്രോട്ടീനും പറഞ്ഞു, ബൈലെയർ പ്രോട്ടീനും പറഞ്ഞു, ഇൻ്റഗ്രൽ പ്രോട്ടീനും പറഞ്ഞു, അതുപോലെ തന്നെ പെരിഫറൽ പ്രോട്ടീൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇറ്റ് ഈസ് അബൌട്ട് ദ ഫേമസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ആരാ മക്കളെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് സിങ്കർ ആൻഡ് നിക്കോൾസൺ 1972 വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് ആരാണ് മക്കളെ? സിങ്കർ ആൻഡ് നിക്കോൾസൺ. സിങ്കറും അതുപോലെ തന്നെ നിക്കോൾസണും. ഇവരുടെ ഡേറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ ദാറ്റ് ഈസ് 1972.
1972. Clear ആണോ? 1972. So an improved model of the structure of the cell membrane was proposed by Singer and Nicholson, widely accepted as fluid mosaic model, that is figure 8.4. ഈ ഒരു 8.4 കണ്ട നിങ്ങൾ മക്കളെ, ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു സെൽ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് പറയുന്നത് ഈ കാണുന്ന പിക്ചറാണ്. സോ ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ദാറ്റ് ഈസ് സിങ്കർ ആൻഡ് നിക്കോൾസൺ. എന്താ മക്കളെ പേര്? സിങ്കർ ആൻഡ് നിക്കോൾസൺ ഇൻ 1972. സിങ്കർ ആൻഡ് നിക്കോൾസൺ ഇൻ 1972. And it is widely accepted as fluid mosaic model. According to this, the quasi-fluid nature of lipid enables lateral movement of protein. ഈ ഒരു ലിപ്പിഡിന് ഉള്ളൊരു പ്രത്യേകതയാണ് മക്കളെ, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദാറ്റ് ഈസ് ക്വാസി ഫ്ലൂയിഡ് നേച്ചർ എന്ന് പറയുന്നത്. ഈ ലിപ്പിഡിൻ്റെ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ എന്തിനാണ് സഹായിക്കുന്നത്? ഇറ്റ് ഇനേബിൾസ് എ ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് പ്രോട്ടീൻസ്. അതായത് ഈ ഓവറോൾ ബൈലെയർ ആണല്ലോ ഇവർക്കുള്ളത്. ലിപ്പിഡ്സ് ആർ ബൈലെയർഡ് നമ്മൾ പറഞ്ഞു. ഈ ബൈലെയറിൻ്റെ അകത്ത് ഇവർക്കുള്ളൊരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അവരുടെ ലാറ്ററൽ മൂവ്മെൻറ്റ്, പ്രോട്ടീൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മക്കളെ ലിപ്പിഡിൻ്റെ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ സഹായിക്കുന്നത്. ലിപ്പിഡിൻ്റെ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ സഹായിക്കുന്നത് എങ്ങനെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീൻസിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ ദിസ് എബിലിറ്റി ടു മൂവ് വിതിൻ ദ മെംബ്രെയിൻ ഈസ് മെഷേർഡ് ആസ് ഇറ്റ്സ് ഫ്ലൂയിഡിറ്റി. ഇങ്ങനെ മെംബ്രെയിൻ്റെ അകത്ത് അവർക്ക് എത്രത്തോളം മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു എബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ അവരെ എന്ത് മെഷർ ചെയ്യുക? ഫ്ലൂയിഡിറ്റി മെഷർ ചെയ്യുക. സോ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് എത്രത്തോളം അവിടെ മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അവർക്ക് എത്രത്തോളം അവിടെ ലാറ്ററൽ മൂവ്മെൻറ്റ് നടത്താനുള്ള എബിലിറ്റി ഉണ്ട് എന്നതിൻ്റെ ബേസിസിലാണ് മക്കളെ നമ്മളിവരെ മെഷർ ചെയ്യുക, ഫ്ലൂയിഡിറ്റി മെഷർ ചെയ്യുക. ക്ലിയർ ആയോ? സോ എന്താ പറഞ്ഞത്? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ആരാ കണ്ടെത്തിയെന്ന് പറഞ്ഞു. എന്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്? ഒരു സെൽ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ, ദാറ്റ് ഈസ് സിങ്കർ ആൻഡ് നിക്കോൾസൺ ഇൻ 1972. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണിത്. ക്ലിയർ ആണല്ലോ? ഇനി ഇവരുടെ ഫ്ലൂയിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവർക്ക് ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഇവർ ബൈലെയർഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ത് വേണം? ലാറ്ററൽ മൂവ്മെൻറ്റ് വേണം. ഇങ്ങനെ ലാറ്ററൽ മൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്ലൂയിഡിറ്റി നേച്ചർ വേണം. ദാറ്റ് ഈസ് എ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ്സ് വിച്ച് ഹെൽപ്സ് ദ പ്രോട്ടീൻ ഫോർ ദ ലാറ്ററൽ മൂവ്മെൻറ്റ്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? സോ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫ്ലൂയിഡിറ്റി മെഷർ ചെയ്യുന്നത്. ആൻഡ് ദ ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ദ മെംബ്രെയിൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഫംഗ്ഷൻസ് ലൈക്ക് സെൽ ഗ്രോത്ത്, ഫോർമേഷൻ ഓഫ് ഇന്റർസെല്ലുലാർ ജംഗ്ഷൻസ്, സെക്രീഷൻ, എൻഡോസൈറ്റോസിസ്, സെൽ ഡിവിഷൻസ്. ഈ മക്കളെ ഈ പറയുന്ന ഫ്ലൂയിഡ് നേച്ചർ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവർ ഈ പറഞ്ഞിട്ടുള്ളത്. ഫ്ലൂയിഡിക് നേച്ചർ എന്ന് പറയുന്നത് അവരുടെ സെൽ ഗ്രോത്തിന് ആവശ്യമാണ്, സെക്രീഷന് ആവശ്യമാണ്, ഇന്റർസെല്ലുലാർ ജംഗ്ഷൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്, സെൽ ഡിവിഷന് വേണം, എൻഡോസൈറ്റോസിസിന് വേണം. ഇതിനൊക്കെ എന്ത് വേണം? ഈ പറയുന്ന ഫ്ലൂയിഡ് നേച്ചർ വേണം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ഇറ്റ്. ഇനി നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് അവർക്കിടയിൽ കൂടെ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? പ്ലാസ്മ മെംബ്രെയിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട് ദ മോളിക്യൂൾസ് അക്രോസ് ഇറ്റ്. പ്ലാസ്മ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പഠിച്ച കാര്യമാണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളവരെ മാത്രം സെലക്ട് ചെയ്തിട്ട് കടത്തിവിടും, ബാക്കിയുള്ളവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. സോ ദ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ ടു സം മോളിക്യൂൾസ് പ്രസന്റ് ഓൺ either side of it, and many molecules can move briefly across the membrane without any requirement of energy, and it is called the passive transport. മക്കളെ നമുക്കിനി 3 ടൈപ്പ് ട്രാൻസ്പോർട്ടാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് പാസീവ് ട്രാൻസ്പോർട്ട് പഠിക്കാനുണ്ട്, ആക്റ്റീവ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഓസ്മോസിസ് പഠിക്കാനുണ്ട്. സോ അതിൻ്റെ മുന്നേ ഈ പറയുന്ന സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞപ്പം, ഈവൻ ദോ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണെങ്കിലും എനർജി ഉപയോഗിച്ചിട്ട് മാത്രം അങ്ങോട്ട് കിടക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകും. ഇങ്ങനെ എനർജി യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നവരെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുക. ആ ഒരു ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ, ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവർക്ക് എനർജി ഒന്നും ഇല്ലാതെ തന്നെ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരാണ് മക്കളെ പാസീവ്. ക്ലിയർ ആയോ? ആക്റ്റീവ് എന്ന് വെച്ചാൽ എന്ത് വേണം? എനർജി വേണം. പാസീവ് എന്ന് വെച്ചാൽ അവർക്ക് എനർജി, എക്സ്റ്റേണൽ എനർജിയുടെ ആവശ്യമില്ല. സോ വിതൗട്ട് എനി റിക്വയർമെൻറ്റ് ഓഫ് എനർജി, ആൻഡ് ദിസ് ഇസ് കോൾഡ് പാസീവ് ട്രാൻസ്പോർട്ട്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, എനർജി റിക്വയർമെൻറ്റ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ദാറ്റ് ഈസ് പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. ഇനി ന്യൂട്രൽ സൊല്യൂട്ട്സ് may move across the membrane by the process of simple diffusion along the concentration gradient, that is from higher concentration to the lower concentration. Neutral solutes.
ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്ന ഭാഗമാണ്. ദാറ്റ് ഈസ് ന്യൂട്രൽ സൊല്യൂട്ട്സ്. ന്യൂട്രൽ സൊല്യൂട്ട്സ് എന്ന് പറയുമ്പം അവർ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? അവരുടെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്? ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ക്ലിയർ ആണോ? സോ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പം ഫ്രം ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും എങ്ങോട്ടാണ്? ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ്. ക്ലിയർ ആണോ? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ന്യൂട്രൽ സൊല്യൂട്ട്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്? ത്രൂ സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ക്ലിയർ ആയോ? പാസീവ് ഉണ്ടായിരുന്നു, ആക്റ്റീവ് ഉണ്ട്, ഓസ്മോസിസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. സോ അതിൽ പാസീവ് എന്താണ്? വിതൗട്ട് എനി എനർജി റിക്വയർമെൻറ്റ് മൂവ് ചെയ്യുന്നതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. ഇനി സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അതാരാണ് മൂവ് ചെയ്യുന്നത് മക്കളെ? ന്യൂട്രൽ സൊല്യൂട്ട്സ് ആണ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? So, and water may also move across this membrane from higher to lower concentration. That is, water ന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് it is by simple diffusion. So, അതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. ക്ലിയർ ആയോ മക്കളെ? സോ വാട്ടറിൻ്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? ദാറ്റ് ഈസ് അബൌട്ട് സിമ്പിൾ ഡിഫ്യൂഷൻ. ദാറ്റ് ഈസ് ഓസ്മോസിസ്. അപ്പം ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായല്ലോ? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ക്ലിയർ ആണോ? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ ആണല്ലോ മക്കളെ? സോ ആസ് ദ പോളാർ മോളിക്യൂൾസ് കനോട്ട് പാസ് ത്രൂ ദ നോൺ പോളാർ ലിപ്പിഡ് ബൈലെയർ. പോളാർ മോളിക്യൂൾസിന് ഒരിക്കലും നോൺ പോളാർ ലിപ്പിഡ് ബൈലെയറിലൂടെ പാസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ? അവർ ഹൈഡ്രോഫിലിക് ആയിരിക്കും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ നോൺ പോളാർ ആയിട്ടുള്ള ആളുകളിലൂടെ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിന് നേരെ പോകാൻ വേണ്ടി പറ്റില്ല. സോ അവിടെ അവർക്ക് എന്തോ ഒരു സഹായം വേണ്ടി വരും. അതാണ് കാരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സം കാരിയർ പ്രോട്ടീൻസ് ഹെൽപ്പ് ടു ഫെസിലിറ്റേറ്റ് ദെയർ ട്രാൻസ്പോർട്ട്. ഇങ്ങനത്തെ, അതായത് പോളാർ മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ നോൺ പോളാർ ലിപ്പിഡ് ബൈലെയറിലൂടെ പാസ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഇവരെ സഹായിക്കാൻ അവിടെ ഉണ്ടാകുന്ന ആൾക്കാരാണ് മക്കളെ കാരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. കാരിയർ പ്രോട്ടീൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? സോ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദെയർ ട്രാൻസ്പോർട്ട് അക്രോസ് ദ മെംബ്രെയിൻ. ആ ഒരു മെംബ്രെയിനിലൂടെ അവരുടെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് കാരിയർ പ്രോട്ടീൻ ആണ്. എ ഫ്യൂ അയോൺസ് ഓർ മോളിക്യൂൾസ് ആർ ട്രാൻസ്പോർട്ടഡ് അക്രോസ് ദ മെംബ്രെയിൻ എഗെയിൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. മനസ്സിലായോ? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചിലത് മൂവ് ഓൺ ചെയ്യും. ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. സോ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എതിരെയായിട്ട് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പം ഫ്രം ദ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ അത് മൂവ് ഓൺ ചെയ്യും. അങ്ങനത്തെ ട്രാൻസ്പോർട്ടിന് എന്താവശ്യമായിരിക്കും? എനർജി ആവശ്യമായിരിക്കും. അവർക്ക് തനിയെ പോകാൻ പറ്റത്തില്ല. എന്നാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും, ഇപ്പം നിങ്ങൾ വാട്ടർഫോൾ ആലോചിക്കുക. വാട്ടർഫോൾ എന്ന് പറയുമ്പം അത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അതിനൊരു എക്സ്റ്റേണൽ പുഷ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, ഒരു മൗണ്ടൻ ഫ്യൂവിൽ നിന്നും താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം എന്താ? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അതേസമയം ലോവർ ടു ഹയർ ഒന്ന് പമ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ എനർജി കൊടുക്കുന്ന വേണം. സോ അങ്ങനത്തെ ട്രാൻസ്പോർട്ടിനെയാണ് മക്കൾ എന്ത് പറയുക? ദാറ്റ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി ഈ റിക്വയർമെൻറ്റ് ഓഫ് എനർജി ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാസീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പാസീവ് എന്താണ്, ആക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് കാരിയർ പ്രോട്ടീൻസ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് കാരിയർ പ്രോട്ടീൻസ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? സോ സച്ച് എ ട്രാൻസ്പോർട്ട് ഈസ് ആൻ എനർജി ഡിപ്പെൻഡൻറ്റ് പ്രോസസ് ഇൻ വിച്ച് ATP ഈസ് യൂട്ടിലൈസ്ഡ് ആൻഡ് ഇസ് കോൾഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതിനൊരു എക്സാമ്പിളാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. സോഡിയം പൊട്ടാസ്യം പമ്പിനെ പറ്റിയിട്ട് നമ്മൾ ഹ്യൂമൻ ഫിസിയോളജിയിൽ നല്ല കാര്യമായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ ആയോ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ആൻഡ് വി ഹാവ് ബിഗാൻ ദ ചാപ്റ്റർ മച്ച് മോർ, ലൈക്ക് കുറേ എത്തിപ്പോൾ. ഇനി നമുക്ക് കാര്യമായിട്ട് എന്താ ഇതിൽ പഠിക്കാനുള്ള കുറേ സെൽ ഓർഗനൽസ് പഠിക്കാനുണ്ട്. കുറച്ചും കൂടെ നല്ല രസമായിട്ട് പഠിക്കാനുള്ളൊരു ഭാഗമാണ്. സോ ഇതുവരെ എടുത്തത് എല്ലാവരും നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ് കേൾക്കാൻ. ക്ലിയർ ആയല്ലോ? കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് എൻ്റെ കൂടെ തന്നെ മൂവ് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ അവിടെ ബേർഡൻ ആയിട്ട് കിടക്കും. ഭയങ്കര കുറേ എന്തൊക്കെയോ എനിക്ക് കുറേ ചെയ്യാനുണ്ട്, എനിക്ക് കുറേ ക്ലാസ് കേൾക്കാനുണ്ട്, കുറേ പഠിക്കാനുണ്ട് എന്നുള്ള മൂഡ് വരും. സോ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അന്നേ ദിവസം എടുക്കുന്നത് അന്ന് തന്നെ പഠിച്ചു പൊക്കോ. ഓക്കെ, അതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുന്നുപോലെ ആക്കി വെക്കേണ്ട. യു ഹാവ് ടു ലേൺ ഇറ്റ് ഡേ ബൈ ഡേ. കൺസിസ്റ്റൻസി, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അതാണ് വേണ്ടത്. ക്ലിയർ? പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് റിവിഷൻ. റിവിഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനൊരു മെത്തേഡ് ഉണ്ട്. ലൈക്ക്
പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, ആദ്യം ഒരു 2 days കൂടുമ്പോൾ വായിക്കുക, പിന്നെ ഒരു 7 days കൂടുമ്പോൾ വായിക്കുക, പിന്നെ ഒരു 14 days കൂടുമ്പോൾ വായിച്ചു നോക്കുക. ഇങ്ങനെ ഇതിന് സൈക്കോളജിക്കലി പറയുന്നൊരു കാര്യമാണ്, ഇങ്ങനെ ഗ്യാപ്പ് വെച്ചിട്ട് വായിക്കുക. അപ്പോൾ അതവിടെ സ്റ്റോർ ആവും, റിഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും, മറന്നു പോകത്തില്ല. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അബൌട്ട് സെൽ വാളിനെ പറ്റിയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. സോ ഇന്ന് ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, താങ്ക് യു.